ജെ.സി. ജൂനിയറിന്റെ അതീന്ദ്രിയം അധ്യായം 29. ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയ നന്ദന് തിരിച്ചു വന്നത് പൂത്തിരി കത്തുന്ന പോലത്തെ ആഹ്ലാദഭാവങ്ങളോടെയാണ്. മുറിയിൽ കിടന്നതും അവൾ അഞ്ജലിയെ കെട്ടിപ്പിടിച്ചുയർത്തി 4-5 തവണ വട്ടം ചുറ്റി 2 കവളത്തും ഉമ്മയും കൊടുത്തു. എന്താ പെണ്ണെ നിനക്കിത്ര സന്തോഷം? എന്താണെന്നോ സുജാതന വിളിച്ചത്? എന്നെ കെട്ടിക്കോളാമെന്ന് സമ്മതിച്ചു. രജിസ്റ്റർ വിവാഹം നടത്താമെന്ന്. അഞ്ജലി കണ്ണുമിഴിച്ചു. അവളുടെ കണ്ണുകളിലും സന്തോഷം തിളങ്ങി. എന്താടോ അയാൾക്ക് ഇത്ര പെട്ടെന്നൊരു മനംമാറ്റം? അതാ എനിക്ക് മനസ്സിലാകാത്തേ. ഉറപ്പിച്ച കല്യാണം ഇനി എന്താകും? അത് പറ്റില്ലാന്ന് പറയും. എന്തായാലും നിശ്ചയിച്ച പെണ്ണിനോടുള്ളതിനേക്കാൾ ഉത്തരവാദിത്തം എന്നോട് തന്നെയല്ലേ? എന്നാലും ഇന്നലെ നിഷ്കരണം തള്ളിപ്പറഞ്ഞിട്ട് ഇന്ന്, അതാ എനിക്ക് സംശയം. രാത്രിയിൽ ആലോചിച്ചപ്പോ വലിയ കുറ്റബോധം തോന്നിക്കാണും പാവത്തിന്. എന്നോട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നല്ലോ. വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടല്ലേ എന്നെ തഴഞ്ഞതും മനസ്സോടെ മറ്റേ ആലോചനയ്ക്ക് സമ്മതം മൂളിയതും. ഇന്നലെ ശരിക്കും പശ്ചാത്താപം തോന്നിക്കാണും. എന്തായാലും നിന്റെ ഭാഗ്യം. അഞ്ജലി കുളിച്ച് ഭക്ഷണവും കഴിച്ച് ഓഫീസിൽ പോയി. വൈകിട്ട് 5:15 മണിക്ക് തിരിച്ചെത്തി. നന്ദന വന്നിട്ടില്ല. 7 മണിയായി. നന്ദന വരാഞ്ഞ് അഞ്ജലി പരിഭ്രമിച്ചു. 7:30ക്കാണ് നന്ദന എത്തിയത്. അഞ്ജലി ഫാനിന് കീഴിൽ മുടിയുണക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. നീ എന്താ ഇത്ര വൈകിയത്? അഞ്ജലി ചോദിച്ചു. ഞാൻ സുജാതനെ കാണാൻ പോയിരുന്നു. അത് ശരി, അയാളെന്ത് പറയുന്നു? രാവിലത്തെ മൂഡിൽ തന്നെയാണോ ഇപ്പോഴും, അതോ വീണ്ടും കാലുമാറിയോ? സുജാതൻ ആശുപത്രിയിലാ. രാവിലെ ഫോൺ ചെയ്തതും അവിടെന്നാ. ആശുപത്രിയിൽ? എന്തു പറ്റി? പനി. ഞാൻ പോരുമ്പോഴും 103 ഡിഗ്രി ഉണ്ട്. പെട്ടെന്ന് ശരീരം തണുക്കും, തുള്ളി വിറയ്ക്കാൻ തുടങ്ങും. പനി കൂടുമ്പോൾ പിച്ചും പേയും പറയും. നന്ദന സാരി അഴിച്ച് അയയിലിട്ടു. രാവിലെ പറഞ്ഞതും പിച്ചും പേയുമാണോ അഞ്ജു? നന്ദന അവളെ സൂക്ഷിച്ചു നോക്കി. എന്താ എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? അഞ്ജു, ഇന്നലെ രാത്രി സുജാതനെ കാണാൻ പോയിരുന്നോ? ഇത് നല്ല ചോദ്യം. ഞാൻ ഇന്നലെ വൈകിട്ട് മുതൽ നിന്റെ കൂടെ ഈ മുറിയിൽ തന്നെ അല്ലായിരുന്നോ? പുറത്തിറങ്ങിയിട്ട് കൂടിയില്ലെന്ന് നിനക്കറിയരുതോ? എനിക്ക് അങ്ങനെയൊരു സംശയം. സംതിങ് സംഭവിച്ചിട്ടുണ്ട് അഞ്ജു. ഞാനിത് വെറുതെ പറയുന്നതല്ല. സുജാതൻ വല്ലാതെ ഭയന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പനി പിടിച്ചത് തന്നെ. പിച്ചും പേയും പറയുമ്പോൾ അഞ്ജലി വെള്ളം, കടൽ, കൊല്ലല്ലേ എന്നെല്ലാം പുലമ്പുന്നുണ്ട്. പേടികൊണ്ടാണ് എന്നെ സ്വീകരിക്കാമെന്ന് സമ്മതിച്ചതും. എന്നെ കണ്ടയുടനെ പറഞ്ഞു, എന്ന് വേണമെങ്കിലും രജിസ്റ്റർ കല്യാണം നടത്താമെന്ന്. ഒരിക്കലും സ്ത്രീധനത്തിന്റെ പേരിലോ മറ്റു കാരണങ്ങളിലോ എന്നെ പീഡിപ്പിക്കുകയില്ലെന്നും വെറുക്കുകയില്ലെന്നും മരണം വരെ വളരെ സ്നേഹമായിട്ട് പെരുമാറിക്കൊള്ളാമെന്നും. ആ നേരത്ത് സുജാതന്റെ കണ്ണുകളിൽ സ്നേഹമായിരുന്നില്ല അഞ്ജു, പേടിയായിരുന്നു. വല്ലാത്ത പേടി. ആരോ പറഞ്ഞു കൊടുത്തത് ഭീതിയോടെ ഏറ്റു പറയും പോലെ. അതെന്തെങ്കിലും ആകട്ടെ, നീ പ്രസവിക്കാനിരിക്കുന്ന കുഞ്ഞിന് ഇനി അച്ഛനില്ലാതെ വരില്ലല്ലോ. പക്ഷേ അഞ്ജു, നന്ദന എന്തോ പറയാൻ വന്നിട്ട് പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു. നിന്റെ സംശയം തീർന്നില്ലേ? ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒറ്റ രാത്രി കൊണ്ട് ഒരാൾ മനം മാറുക, അതും പേടിച്ചിട്ട്. അഞ്ജുവിന് മാത്രമേ അറിയൂ ഞാൻ ഗർഭിണിയാണെന്ന വിവരം. ഇന്നലെ അഞ്ജു എന്നോട് പറഞ്ഞു പരിഹാരമുണ്ടാക്കാം, വിഷമിക്കേണ്ട എന്ന്. എന്നാലും ഇത്ര വേഗം ഇതുപോലൊരു പരിഹാരം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിലൊരു നിഗൂഢതയില്ലേ അഞ്ജു? എന്നെയും നിന്നെയും ശരിക്കറിയാവുന്ന ഒരു അജ്ഞാത ശക്തിയുടെ കളി. അഞ്ജലി വ്യാകുലതയിലാണ്ട് മൗനമായി ഒട്ടുനേരം നിന്നു. അവൾക്കും ചിന്താക്കുഴപ്പമുണ്ടെന്ന് നന്ദനയ്ക്ക് തോന്നി. നന്ദനെ, അഞ്ജലി വിളിച്ചു. നിനക്ക് സുജാതനോട് ചോദിക്കാമായിരുന്നില്ലേ ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന്? ഞാൻ ചോദിക്കാഞ്ഞിട്ടാണോ? ഒന്നും വിട്ടുപറയാൻ സുജാതൻ തയ്യാറാകുന്നില്ല. ആരെയോ പേടിക്കുന്നത് പോലെ തോന്നി. നന്ദന ജനാലയ്ക്കടുത്ത് ചെന്ന് പുറത്തേക്ക് നോക്കി നിന്നു. നിമിഷങ്ങൾ കടന്നുപോയി. നന്ദന അഞ്ജലിയുടെ നേർക്ക് തിരിഞ്ഞു. എനിക്ക് നിന്റെ കൂടെ ഈ മുറിയിൽ കിടക്കാൻ തന്നെ ഇപ്പോൾ ഭയം തോന്നുന്നുണ്ട്. വാസ്തവം. മേട്രനോട് പറഞ്ഞിട്ട് ഇന്ന് തന്നെ ഈ മുറിയിൽ നിന്ന് മാറി താമസിക്കണമെന്ന് കരുതിയ ഞാൻ വന്നത്. പക്ഷേ നിന്നെ എനിക്ക് ശരിക്കറിയാവുന്നത് കൊണ്ട്, നീ എനിക്കെതിരായിട്ട് ചിന്തിക്കുക പോലുമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ഇപ്പോൾ എനിക്കതിന് മനസ്സ് വരുന്നില്ല. നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം പോലെ. അഞ്ജലിക്ക് കരച്ചിൽ വന്നു. കണ്ണുനീർ കുടുകുടെ പൊഴിഞ്ഞു. അവളുടെ മുഖം വിതുമ്പിക്കൊണ്ടിരുന്നു. അഞ്ജു. നന്ദന അവളുടെ തോളിൽ കൈവച്ചു. വേണ്ട. അഞ്ജലി അവളുടെ കൈ തട്ടിമാറ്റി. എനിക്ക് നിന്റെ സിമ്പതിയൊന്നും വേണ്ട. പൊയ്ക്കോ. വേറെ ഏതെങ്കിലും മുറിയിലേക്ക് മാറി താമസിച്ചോ. ഇപ്പൊ തന്നെ പൊയ്ക്കോ. എന്റെ കൂടെ നീ പേടിച്ച് കിടക്കേണ്ട. ഞാനൊരു രക്ഷസല്ലേ. ഞാൻ നിന്റെ ജീവനെടുത്തെങ്കിലോ? അഞ്ജു. നന്ദന അവളുടെ ചുമലിൽ പിടിച്ച് ശക്തിയായി ഉലച്ചു. അഞ്ജലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ തോളിലേക്ക് വീണു. നന്ദന ഒരു പിഞ്ചു പൈതലിനെ എന്ന പോലെ അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു.
കരച്ചിലൊന്നടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, നിനക്കറിയോ അഞ്ജു എൻ്റെ വേദന. നിന്നെ ചെക്ക് ചെയ്യേണ്ട ചുമതല ആനന്ദ് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നീ ഇനിയെങ്കിലും വല്ല കുഴപ്പത്തിലും ചെന്ന് ചാടാതിരിക്കാൻ. അതുപോലെ തന്നെ ഇന്ന് എന്നെ കാണാൻ നിന്റെ അച്ഛൻ ഓഫീസിലെത്തിയിരുന്നു. നിന്നെക്കുറിച്ച് വിശദമായി എന്നോട് ചോദിച്ചു. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണിതെല്ലാം ഞാൻ തുറന്നു പറയുന്നത്. നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും നിന്നെ സംശയിക്കുന്നതിൽ ഒരു കഴമ്പുമില്ലാതെ വരുമോ? അഞ്ജലിയിൽ നിന്ന് ഒരു തേങ്ങൽ മാത്രം ഉയർന്നു. നീ വിഷമിക്കേണ്ട മോളെ, തെറ്റിദ്ധാരണകളെല്ലാം നേരെയാവുമെന്ന് കരുതാം. അറിഞ്ഞോണ്ട് നീ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. അച്ഛനോട് ഞാൻ ഏതായാലും ചോദിക്കുന്നുണ്ട്, ആനന്ദിനോടും ചോദിക്കും. അഞ്ജലി പിറുപിറുത്തു. അത്താഴം പോലും കഴിക്കാതെ അവൾ ഉറങ്ങാൻ കിടന്നു. രാത്രി പൂമുഖത്ത് കൂടി ഉലാത്തുകയായിരുന്നു കരുണാകരൻ നമ്പ്യാർ. അഞ്ജലിയെക്കുറിച്ചോർത്ത് കലുഷമായിരിക്കുകയാണ് മനസ്സ്. കൊല്ലത്ത് പോയി അഞ്ജലിയുടെ റൂംമേറ്റ് നന്ദനയെ കണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ച് 1 മണിക്കൂർ മുമ്പാണ് അയാൾ തിരിച്ചെത്തിയത്. അഞ്ജലിയെ കൂടി ഒന്ന് കണ്ടിട്ട് പോരേണ്ടതായിരുന്നുവെന്ന് അയാൾ വിചാരിച്ചു. പക്ഷേ അവൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ എന്ന് കരുതി മനഃപൂർവ്വമാണ് കൂടിക്കാഴ്ച ഒഴിവാക്കി മടങ്ങിയത്. നമ്പ്യാർ ആകാശത്തേക്ക് നോക്കി തെല്ലുനേരം നിസ്സഹായതയോടെ നിന്നു. നിലാവുണ്ട്. ഒരു കറുത്ത മേഘത്തുണ്ട് ഒഴുകിവന്ന് ചന്ദ്രനെ മറച്ചു. തൻ്റെ വീടും പരിസരവും പെട്ടെന്ന് നിഴലിലായത് ഒരു അപശകുനം പോലെ അയാൾ കണ്ടു. ശാപത്തിന്റെ നിഴലാണതെന്ന് തോന്നി. മേഘത്തുണ്ട് മാറിയപ്പോൾ ചുറ്റുപാടും വീണ്ടും നിലാവ് പരന്നു. ഗേറ്റ് തള്ളി തുറക്കുന്ന ശബ്ദം കേട്ട് നമ്പ്യാർ തിരിഞ്ഞു. അഞ്ജലി ഗേറ്റ് കടന്നു വരുന്നത് ഉൾക്കിടലത്തോടെ അയാൾ കണ്ടു. അതും ഗൗൺ മാത്രം ധരിച്ച് കരുതുള്ളി വരികയാണെന്ന് തോന്നി. അവളിപ്പോൾ എന്തിനാണ് വരുന്നത്? താൻ കൊല്ലത്ത് ചെന്ന് അവളെ കാണാതെ തിരിച്ചു പോന്നത് അവൾ അറിഞ്ഞുവോ? അവൾ നമ്പ്യാരുടെ മുമ്പിലെത്തി. ഉവ്, ദേഷ്യത്തിലാണവൾ. മുഖം ചുവന്നിരിക്കുന്നു. നീയെന്താ മോളെ ഈ നേരത്ത്, ഈ വേഷത്തിൽ? നീ എങ്ങനെ വന്നു? അച്ഛൻ ഇന്ന് കൊല്ലത്ത് വന്നിരുന്നുവോ? ഉവ്, എന്നിട്ടെന്ത് എന്നെ കാണാൻ വരാഞ്ഞത്? അത് അകത്ത് ഹാളിൽ സുമതിക്കുട്ടിയമ്മയും കുട്ടികളും TV കാണുകയാണ്. അവരുടെ ചിരി കേൾക്കാം. മോശമായിപ്പോയി അച്ഛ. രഹസ്യ ഏജന്റിനെ വെച്ച് സ്വന്തം മകളുടെ മേൽ ചാരപ്പണി. അച്ഛൻ ഇത്രയും ചീപ്പാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അച്ഛന് എന്നോട് എന്തും തുറന്നു പറയാമായിരുന്നില്ലേ? അങ്ങനെയല്ലായിരുന്നോ മുമ്പൊക്കെ? ആ പെണ്ണ് എന്നെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും എന്താ വിചാരിച്ചിട്ടുണ്ടാവുക? ഞാൻ രണ്ടും കെട്ട പിഴച്ചു നടക്കുന്ന ഒരുവളാണെന്നല്ലേ കരുതൂ. അച്ഛന് വിശ്വാസമില്ലാത്ത മകളെ വേറെ ആരെ വിശ്വസിക്കും? അഞ്ജു, നീ കാര്യമറിയാതെ ഒന്നും പറയണ്ട. അച്ഛൻ്റെ മോളാണോ ഞാൻ? അക്കാര്യത്തിൽ അച്ഛന് സംശയമുണ്ടോ? നമ്പ്യാർ തളർന്നുപോയി. ഇനിയെങ്കിലും ഇത് ആവർത്തിക്കല്ലേ അച്ഛാ. എനിക്കിഷ്ടമല്ല, പറഞ്ഞേക്കാം. ഒട്ടും ഇഷ്ടമല്ല. അവൾ തിരിഞ്ഞ് ഗേറ്റിലേക്ക് തന്നെ നടക്കാൻ തുടങ്ങി. അഞ്ജു, നിൽക്കാൻ പറയുന്നത് കേൾക്ക് മോളെ. അയാൾ അവളുടെ പുറകെ ചെന്നു. എത്ര വേഗം നടന്നിട്ടും ഒപ്പമെത്താൻ കഴിയുന്നില്ല. അയാൾ തിരിഞ്ഞ് ഭാര്യയെയും മകളെയും വിളിച്ചു. സുമതി, രഞ്ജിത്ത്, ഓടിവാ, വാ. അകത്ത് പൊട്ടിച്ചിരിയും കയ്യടിയും. അവർ പ്രോഗ്രാമിൽ ലയിച്ചിരിക്കുന്നു. നമ്പ്യാർ ഓടി ഗേറ്റിലെത്തി. അഞ്ജു എവിടെ? കാണാനില്ല. ഇരുവശത്തേക്കും നീളുന്ന നിരത്ത് വിജനം. വീണ്ടും മേഘത്തുണ്ട് വന്ന് ചന്ദ്രനെ മൂടി. നിലാവ് മറഞ്ഞു. ഭൂമി നിഴലിലാണ്ടു. ആനന്ദ് തന്റെ ക്യാബിനിലിരുന്ന് ധൃതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു. അത് എഴുതി തീർത്ത് കമ്പോസ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ. വസ്ത്രമുലയുന്ന ശബ്ദം ഹാഫ് ഡോറിനരികിൽ കേട്ട് അയാൾ മുഖമുയർത്തി. ഒരു സ്ത്രീയുടെ അരയ്ക്ക് കീഴ്പോട്ടുള്ള ഗൗൺ ആണ് ആദ്യം കണ്ടത്. ഹാഫ് ഡോർ തുറക്കപ്പെട്ടു. അഞ്ജലി. ആനന്ദ് അന്തം വിട്ടു. നൈറ്റ് ഗൗൺ മാത്രമണിഞ്ഞ് അഞ്ജലി പത്രം ഓഫീസിൽ തന്റെ മുറിയിൽ. ആരാണിവളെ അകത്തേക്ക് കടത്തിവിട്ടത്? ഇവൾ കയറിപ്പോരുന്നത് ആരും കണ്ടില്ലേ? അഞ്ജു, ഇരിക്കൂ. എന്താ ഈ നേരത്ത്? ഈ വേഷത്തിൽ തനിയെ, അതും മുന്നറിയിപ്പൊന്നുമില്ലാതെ? അവൾ മുന്നറിയിപ്പ് തന്നില്ലേ നന്ദന? ആനന്ദ് വിളറി. അഞ്ജലി മേശമേൽ കൈകളൊന്നി മേൽപോട്ടൽപ്പം ആഞ്ഞു. പഴയ കാമുകിയുടെ മേൽ സ്പൈ വർക്കിന് സീക്രട്ട് ഏജന്റ്. ഞാൻ വല്ലവരെയും പ്രേമിക്കുന്നുണ്ടോന്നറിയാനാണോ? അതോ വ്യഭിചരിക്കുന്നുണ്ടോ എന്നറിയാനോ? അഞ്ജു, നിർത്തടോ. താനാരാ എന്നെ ചെക്ക് ചെയ്യാൻ? നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് തീർന്നു. പത്രപ്രവർത്തകനാണത്രേ. ലജ്ജയുണ്ടോടോ തനിക്ക്? ആനന്ദിനെ മിണ്ടാനായില്ല. മതി സ്പൈ വർക്കൊക്കെ. നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിർത്തിക്കും. ഇനി മുന്നറിയിപ്പില്ല. വെട്ടിത്തിരിഞ്ഞ് ഹാഫ് ഡോർ തള്ളി തുറന്ന് അവൾ ഇറങ്ങി ഒറ്റ നടത്തം. ആനന്ദ് സ്തംഭിച്ചിരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അയാൾ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഇടനാഴിയിലിറങ്ങി പുറത്തേക്ക് ഓടി. സ്റ്റെയർകേസ് ഇറങ്ങി താഴെ ചെന്നപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് ഓഫീസിന് മുമ്പിൽ നിൽപ്പുണ്ട്. വേറെ ചിലർ പ്രവേശന കവാടത്തിൽ സ്വറ പറഞ്ഞ് നിൽക്കുന്നു.
ഒരു യുവതി ഇപ്പോഴിറങ്ങി വന്നില്ലേ, അവൾ എവിടെ പോയി? സെക്യൂരിറ്റിയോട് ആനന്ദ് ചോദിച്ചു. യുവതിയോ? സെക്യൂരിറ്റി ഗാർഡ് കണ്ണുമിഴിച്ചു. ആനന്ദ് ഗേറ്റിൽ നിന്നവരോടും ചോദിച്ചു. അവരും കൈമലർത്തി കാട്ടി. അവരാരും അങ്ങനെയൊരു സ്ത്രീയെ കണ്ടിട്ടേയില്ല. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് നന്ദന എഴുന്നേറ്റ് ലൈറ്റിട്ടു. വാതിൽ തുറന്നപ്പോൾ മേട്ടന്റെ നീരസം നിറഞ്ഞ മുഖം. ഫോൺ കോൾ. അവർ തിരികെ പോയി. നന്ദന അഞ്ജലിയെ നോക്കി. പാവം, മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്നു. കരഞ്ഞും വിഷമിച്ചും കിടന്നതാണ് പതിവിലും നേരത്തെ. 8:30 കഴിഞ്ഞതേയുള്ളൂ നേരം. നന്ദന ചെന്ന് റിസീവർ എടുത്തു. ഹലോ ഹലോ, നന്ദനയല്ലേ? ഞാൻ നമ്പ്യാരാ, അഞ്ജലിയുടെ അച്ഛൻ. എന്താ, അഞ്ജലി ഇപ്പോഴും അവിടെയുണ്ടോ? ഉണ്ടല്ലോ, റൂമിൽ. അതെ, ശരിക്കും കണ്ടോ? ഉവ്, നല്ല ഉറക്കമാ. ഈശ്വര, ഒരു വിലാപം. ലൈൻ ഡിസ്കണക്റ്റായി. നന്ദന അല്പനേരം കൂടി കാത്തു. പിന്നെ റിസീവർ വെച്ചു. തിരികെ നടക്കാനാഞ്ഞതും ഫോൺ ബെൽ. നമ്പ്യാർ വീണ്ടും വിളിക്കുകയാണെന്ന് കരുതി അവൾ റിസീവർ എടുത്തു. ഹലോ, വിമൻസ് ഹോസ്റ്റൽ അല്ലേ? നന്ദനയൊന്ന് ലൈനിൽ കിട്ടുമോ? ആരാണ്? ഞാൻ ആനന്ദ്. ഹലോ ആനന്ദ്, ഞാനാണിത്, നന്ദന. നന്ദനെ, അഞ്ജലി അവിടെയുണ്ടോ? ഉണ്ടല്ലോ. ഇപ്പോൾ? യെസ്. പിന്നെ മറുതലയ്ക്കൽ അനക്കമില്ല. ഷോക്കായതുപോലെ. ഓഫീസിൽ നന്ദന തിരക്കിട്ട പണിയിലായിരുന്നു. ചിലർ കാണാനെത്തിയിട്ടുണ്ടെന്ന് പ്യൂൺ വന്നറിയിച്ചപ്പോൾ അവൾ ഓഫീസിന്റെ സ്വീകരണ തളത്തിലേക്ക് ചെന്നു. യൂണിഫോം ധരിച്ച ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർ അവളെ കാത്തുനിന്നിരുന്നു. നന്ദന അന്താളിച്ചു പോയി. മിസ് നന്ദനയല്ലേ? അവരിൽ ഒരാൾ ചോദിച്ചു. അതെ. അവൾ പരിഭ്രമത്തോടെ അയാളെ നോക്കി. നന്ദന പേടിക്കണ്ട, ഉപദ്രവിക്കാൻ വന്നതല്ല ഞങ്ങൾ. ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ്. അഞ്ജലിയുടെ റൂംമേറ്റല്ലേ മിസ് നന്ദന? അതെ. ഇതാ ഈ ബുക്കും പേനയും. നന്ദന കയ്യിൽ വെച്ചു. അയാളത് നീട്ടി. നന്ദന വാങ്ങുകയും ചെയ്തു. എങ്കിലും അവൾക്ക് ഒന്നും മനസ്സിലായില്ല. അഞ്ജലിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി നന്ദനയാണല്ലോ. അഞ്ജലി ഓരോ ദിവസവും നന്ദനയോട് സംസാരിക്കുന്നതിന്റെ ചുരുക്കം ഈ റെക്കോർഡ് ബുക്കിൽ കുറിച്ചിടുക. അസാധാരണമായി അവൾ എന്തെങ്കിലും പറഞ്ഞുവെന്ന് തോന്നിയാൽ ഇതാ ഈ നമ്പറിൽ വിളിച്ച് വിവരം അറിയിക്കണം. എന്താ സാർ ഇതൊക്കെ? കുറച്ചൊക്കെ നന്ദനയ്ക്ക് അറിയാം. അറിയില്ലെന്ന് ഭാവിക്കുകയാണ്. അഞ്ജലി ആ 4 പേരെ വെടിവെച്ചു കൊന്ന കേസ് പോലീസ് അങ്ങേയറ്റം ഗൗരവത്തോടെയാണ് കാണുന്നത്. അവിശ്വസനീയമായ ചില സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ആ വഴിക്ക് പ്രൊസീഡ് ചെയ്യുകയാണ്. നന്ദനയുടെ 100% സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മതിയായ പാരിതോഷികവും നന്ദനയ്ക്ക് കിട്ടും. നന്ദനയ്ക്ക് അഭിമാനിക്കാവുന്ന 2 നേട്ടങ്ങൾ ഇതിൽ നിന്നുണ്ടാവും. 1. യഥാർത്ഥ കൊലപാതകിയെ കണ്ടെത്താം. 2. നന്ദനയുടെ കൂട്ടുകാരി അഞ്ജലി നിഷ്കളങ്കയാണെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കാം. എന്താ, സഹകരിക്കില്ലേ? ഉവ്, അവൾ തലയാട്ടി. ഇത് ആരും അറിയരുത്. JP & കമ്പനിയിൽ അഞ്ജലിയെ വാച്ച് ചെയ്യാനും ഞങ്ങൾ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഹോസ്റ്റലിലുമുണ്ട് വേറെയാൾ. ചുരുക്കത്തിൽ ഷീസ് അണ്ടർ സർവൈലൻസ്. അപ്പോഴും നന്ദന തലയാട്ടി. താങ്ക് യു വെരി മച്ച്. പോലീസ് ഉദ്യോഗസ്ഥർ പോയി. അവർ JP & കമ്പനിയിൽ ചെന്ന് അഞ്ജലിയെയും കണ്ട് സംസാരിച്ചു. വിസിറ്റിംഗ് റൂമിലേക്ക് അഞ്ജലിയെ വിളിപ്പിച്ചിട്ട് അവർ പറഞ്ഞു. 4 യുവാക്കൾ വെടിയേറ്റ് മരിച്ചു. ആ കേസ് ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മിസ് അഞ്ജലിയെ ചുറ്റിപ്പറ്റിയായിരുന്നല്ലോ കിംവദന്തികൾ മുഴുവൻ. താൻ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട ചുമതല തീർച്ചയായും അഞ്ജലിക്കുണ്ട്. ഞങ്ങളും അതിനായി അങ്ങേയറ്റം പ്രയത്നിക്കുകയാണ്. അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ തന്നെയും ഇക്കാര്യത്തിൽ അഞ്ജലിയുടെ ആത്മാർത്ഥമായ സഹകരണവും സഹായങ്ങളും വേണ്ട സമയത്തെല്ലാം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ. തീർച്ചയായും, അഞ്ജലി പുഞ്ചിരിയോടെ പറഞ്ഞു. പ്രത്യേകിച്ച് സംഭവ വികാസങ്ങളൊന്നുമില്ലാതെ ഏതാനും ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ അഞ്ജലി ന്യൂസ് പേപ്പറിൽ നിന്ന് ഇങ്ങനെ വായിക്കുന്നത് നന്ദന കേട്ടു. അന്ധവിദ്യാലയത്തിൽ പോലീസ് അതിക്രമം. നന്ദന മുടി കോതുന്നത് നിർത്തിയിട്ട് ശ്രദ്ധിച്ചു. ഈ പോലീസുകാരെ കൊണ്ട് തോറ്റുപോകത്തേയുള്ളൂ. ഒരു കമന്റും പാസാക്കിയിട്ട് അഞ്ജലി വായന തുടർന്നു. വാർത്തയുടെ ചുരുക്കം ഇതായിരുന്നു. ന്യായമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത അന്ധവിദ്യാർത്ഥികളെ പോലീസ് നിഷ്കരുണം തല്ലിച്ചതയ്ക്കുകയും അന്ധവിദ്യാലയത്തിൽ കടന്നു കയറി ചില വിദ്യാർത്ഥിനികളെ അപമാനിക്കുകയും ചെയ്തതായി ആക്ഷേപമുയർന്നിരിക്കുന്നു. അടിയേറ്റ് കണ്ണു കാണാതെ തലങ്ങും വിലങ്ങും കുതറിപ്പാഞ്ഞ വിദ്യാർത്ഥികൾ മിക്കവരും വീണ് പരിക്കേറ്റ് ആശുപത്രിയിലാണ്. അഞ്ജലിയുടെ മുഖം അമർഷം കൊണ്ട് ചുവന്നു മുറുകുന്നത് നന്ദന കണ്ടു. കണ്ണില്ലാത്തവർ അവരുടെ നിലയ്ക്ക് നിൽക്കണം. താഴത്തെ തലക്കെട്ടും അഞ്ജലി വായിച്ചു. കണ്ണില്ലാത്തവർ അവരുടെ നിലയ്ക്ക് നിൽക്കേണ്ടതായിരുന്നുവെന്ന് നിലമറന്ന് പെരുമാറിയതുകൊണ്ടാണ് അന്ധവിദ്യാർത്ഥികളുടെ മേൽ പോലീസ് നടപടി ആവശ്യമായി വന്നതെന്നും ആഭ്യന്തരമന്ത്രി VK ലക്ഷ്മണ പ്രസ്താവിച്ചു.
പോലീസ് അന്ധരായ വിദ്യാർത്ഥികളെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം അദ്ദേഹം ശക്തിയുക്തം നിഷേധിച്ചു. അഞ്ജലി വായന നിർത്തി. കഷ്ടം, നമുക്കൊക്കെയാണെങ്കിൽ ഒരു രക്ഷാമാർഗം നോക്കി ഓടാം. ലാത്തി വന്ന് വീഴുമ്പോൾ കാഴ്ചയില്ലാത്ത ആ പാവങ്ങള് എങ്ങോട്ട് ഓടും? പോലീസിനെ പേടിച്ച് ആ കുട്ടികൾ ഉറക്കെ നിലവിളിച്ചും എങ്ങോട്ടെല്ലാം പാഞ്ഞിരിക്കും. അഞ്ജലി പരിതപിച്ചു. മതി വായിച്ചത്. നന്ദന ഭീതിയോടെ പത്രം തട്ടിപ്പറിച്ചു. കുളിച്ചിട്ട് ഓഫീസിൽ പോകാൻ നോക്ക്. എന്നിട്ട് പോലീസ് മന്ത്രിയുടെ പ്രസ്താവന കേട്ടില്ലേ, കണ്ണില്ലാത്തവര് അവരുടെ നിലയ്ക്ക് നിൽക്കണമെന്ന്. അയാളുടെ കണ്ണ് രണ്ടും കുത്തിത്തുരന്ന് കളയണം, അപ്പോഴറിയാം കണ്ണില്ലാത്തവരുടെ വേദനയും വിഷമവും. കണ്ണിച്ചോരയില്ലാത്ത മന്ത്രി. നന്ദന സ്തംഭിച്ചു നിന്നുപോയി. അഞ്ജലിയുടെ നാവിൽ നിന്ന് അത് വീണിരിക്കുന്നു. അവൾ അഞ്ജലിയെ പകച്ചു നോക്കി. അഞ്ജു, നീ എന്താ പറഞ്ഞതെന്ന് നിനക്കറിയോ? കാര്യമല്ലേ ഞാൻ പറഞ്ഞത് നന്ദനെ. കണ്ണില്ലാത്തവരോളം കരുണയർഹിക്കുന്നവര് ആരാ ലോകത്ത്? ഇരുട്ടല്ലേ അവരുടെ ജീവിതം. അഞ്ജു, നീ ആഭ്യന്തരമന്ത്രിയുടെ കണ്ണ് കുത്തിത്തുറക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അത് സംഭവിച്ചാലോ? നന്നായിരിക്കും. നീയത് പറയരുതായിരുന്നു അഞ്ജു. എന്റെ അമർഷം ഞാൻ പുറത്തു വിട്ടുവന്നേയുള്ളൂ. നീ തന്നെ അത് ചെയ്യേണ്ടി വരും. അഞ്ജലി നന്ദനയെ തുറച്ചു നോക്കി. നിനക്ക് ഭ്രാന്ത. ഇന്നറിയാം, ഇന്നു രാത്രി നമുക്കറിയാം. നന്ദനയ്ക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അവൾ വേഗം വേഷം മാറി ഇറങ്ങി. ഏറ്റവും അടുത്ത ടെലിഫോൺ ബൂത്തിലേക്ക്. ആദ്യം ആനന്ദിനെ വിളിച്ചു. ആനന്ദ്, പോലീസ് മന്ത്രിയുടെ കണ്ണ് കുത്തി പൊട്ടിക്കണമെന്ന് അഞ്ജു. ബാക്കി പറയാൻ അവൾക്ക് വാക്ക് കിട്ടിയില്ല. ആനന്ദ് റിസീവറും പിടിച്ച് നടുക്കമേറ്റ പോലെ ഏതാനും നിമിഷം നിന്നുപോയി. ഇത് നിസ്സാരമല്ല, കേട്ടത് സത്യമാകാതിരിക്കട്ടെ എന്ന് അയാൾ വെറുതെ ആശിച്ചു. അഞ്ജലി എപ്പോഴാണിത് പറഞ്ഞത്? അയാൾ ഫോണിലൂടെ ചോദിച്ചു. രാവിലെ പത്രം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ നന്ദനയുടെ മറുപടി വന്നു. അവൾ സംഭവം വിവരിച്ചു. അഞ്ജു ഇപ്പോൾ എന്തു ചെയ്യുകയാണ്? ഓഫീസിലേക്ക് പോകാനൊരുങ്ങുകയാ. അഞ്ജലിയുടെ അടുത്ത നീക്കം എന്താണെന്നും അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും ശ്രദ്ധിക്കണം. ഓവ് സാർ, പിന്നെ എന്താ? പറഞ്ഞോളൂ. പറയാൻ എനിക്ക് മടിയുണ്ട്. അഞ്ജലിയെ സംബന്ധിക്കുന്നതാണെങ്കിൽ എന്തു തന്നെയായാലും തുറന്നു പറഞ്ഞോളൂ. അവളെ രക്ഷിക്കാൻ, അവൾ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ നമുക്കേ കഴിയൂ. സാർ, ഇതെന്നെ കൂടി സംബന്ധിക്കുന്ന കാര്യമായതുകൊണ്ടാ. എൻ്റെ ഒരു സ്വകാര്യം. പറയൂ. നന്ദന തനിക്ക് സുജാതനുമായുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു. തന്റെ സങ്കടങ്ങൾ അഞ്ജലിയോട് പറഞ്ഞതിന്റെ പിറ്റേന്ന് സുജാതനുണ്ടായ മനംമാറ്റത്തെക്കുറിച്ചും. നന്ദന, ഇതെന്നോട് നേരത്തെ പറയേണ്ടതായിരുന്നു, ആനന്ദ് ശാസിച്ചു. എനിക്ക് പറയാൻ മടിയുണ്ടായിരുന്നത് കൊണ്ടാണ്, നന്ദന ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞു. ശരി, ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ട് ഫലമില്ലല്ലോ. അതിലും ഗുരുതരമായത് സംഭവിക്കാൻ പോവുകയാണ്. നമുക്കെങ്ങനെയും ഇത് തടഞ്ഞേ ഒക്കൂ. ആനന്ദ് റിസീവർ വെച്ചു. അധ്യായം 30. രാവിലെ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കരുണാകരൻ നമ്പ്യാർ. ടെലിഫോൺ ബെല്ലടിച്ചപ്പോൾ രഞ്ജിത്താണ് അറ്റൻഡ് ചെയ്തത്. അച്ഛാ, അവൻ വിളിച്ചു. അച്ഛനാണ് കാൾ. ഒരു സ്ത്രീ അച്ഛനുണ്ടോ എന്ന് ചോദിക്കുന്നു. സ്ത്രീയോ? നമ്പ്യാർ സംശയത്തോടെ എഴുന്നേറ്റ് ചെന്നു. അച്ഛൻ ഫോണിലൂടെ സംസാരിക്കുന്നത് നോക്കി രഞ്ജിത്ത് തെല്ലകലെ മാറി നിന്നു. അച്ഛൻ ഞെട്ടുന്നതും മുഖം വെള്ളക്കടലാസ് കണക്കെ വിളറുന്നതും അവൻ കണ്ടു. സ്വരം താഴ്ത്തി എന്തൊക്കെയോ പറയുന്നുണ്ട്, വ്യക്തമായി കേട്ടുകൂടാ. നമ്പ്യാർ റിസീവർ വെച്ചിട്ട് തിരിഞ്ഞ് രഞ്ജിത്തിനെ നോക്കി. അദ്ദേഹം തീരെ പരവശനായി കഴിഞ്ഞിരുന്നു. രഞ്ജിത്ത്, അയാൾ വിളിച്ചു. നീ വേഗം യാത്രക്കൊരുങ്ങ്, ഉടൻ. രഞ്ജിത്തിന് അധികം താമസമൊന്നും ഉണ്ടായിരുന്നില്ല. അവനൊന്നും ചോദിച്ചുമില്ല. സുമതിക്കുട്ടിയമ്മയോട് നമ്പ്യാർ ടൗൺ വരെ പോവുകയാണെന്നേ പറഞ്ഞുള്ളൂ. കാറിൽ അവർ യാത്രയായി. DIG ഉദയകുമാർ തന്നെയാണ് ടെലിഫോൺ അറ്റൻഡ് ചെയ്തത്. മറുവശത്ത് നന്ദനയാണെന്നറിഞ്ഞപ്പോൾ അയാൾ ജാഗരൂകനായി. എന്താ നന്ദനെ, എന്തെങ്കിലും പ്രത്യേക വാർത്ത അറിയിക്കാനുണ്ടോ? ഉവ്വ് സാർ. എന്താ? ഇന്ന് പത്രത്തിൽ പോലീസ് അതിക്രമത്തെക്കുറിച്ച് ഒരു വാർത്തയുണ്ടായിരുന്നില്ലേ? അന്ധവിദ്യാലയത്തിൽ. ഉവ്വ്, അതിനെപ്പറ്റി പോലീസ് വകുപ്പ് മന്ത്രിയുടെ പ്രതികരണവും ഉണ്ടായിരുന്നല്ലോ. അന്ധന്മാർ അവരുടെ നിലയ്ക്ക് നിൽക്കണമെന്നോ മറ്റോ. ഉവ്വല്ലോ. മന്ത്രിയുടെ കണ്ണും തുരന്നു കളയാ വേണ്ടത്, എന്നാലേ കണ്ണില്ലാത്തവരുടെ വിഷമം മനസ്സിലാകൂ എന്ന് അഞ്ജലി പറഞ്ഞു. എപ്പോൾ? കുറച്ചു നേരമേ ആയുള്ളൂ. അറിയിച്ചതിന് നന്ദി. ഓക്കെ. റിസീവർ വെച്ചിട്ട് ക്രൈംബ്രാഞ്ച് DIG ഉദയകുമാർ തന്റെ സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. പോലീസ് തിരക്കിട്ട് പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പിലിരിക്കുമ്പോഴാണ് ആഭ്യന്തരമന്ത്രി ലക്ഷ്മണയ്ക്ക് അർജന്റ് ഫോൺ കോൾ. PA അറ്റൻഡ് ചെയ്തിട്ട് വന്ന് പറഞ്ഞു. DGP ആണ്, അത്യാവശ്യമായി എന്തോ പറയാനുണ്ടെന്ന്. നേരിട്ട് പറയണമെന്ന്. മന്ത്രി ലക്ഷ്മണ ചെന്ന് റിസീവർ എടുത്തു. സംസാരിക്കുന്നതിനിടെ കാണാൻ മന്ത്രിയുടെ മുഖം വിളറി വന്നു. മുഖത്ത് തീരെ ചോരമയമില്ലാതായി. അവസാനം അയാൾ ക്ഷുഭിതനായി അലറി. പിടിച്ചകത്തിട് അവളെ, ഒട്ടും വിട്ടുവീഴ്ച വേണ്ട.
ലക്ഷ്മണ റിസീവർ വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പിലെത്തി. നമ്പ്യാരാണ് ആദ്യം എത്തിയത്. അയാൾ ഹോസ്റ്റലിൽ വന്നപ്പോഴേക്കും അഞ്ജലി JP & കമ്പനിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. അയാൾ കമ്പനിയിലെത്തി മകളെ കണ്ടു. അഞ്ജലിക്ക് അത്ഭുതമായിരുന്നു. അച്ഛനും മോനും കൂടി എന്താ രാവിലെ തന്നെ വരേണ്ടി വന്നു? ഇവിടെ വന്നിട്ട് സ്പൈ വർക്കിന് ആളെ ഏർപ്പാടാക്കി മടങ്ങുകയല്ലേ ഇന്നാൾ അച്ഛൻ ചെയ്തത്? എന്നെ ഒന്ന് കാണുക പോലും ചെയ്യാതെ. അത് അങ്ങനെ വേണ്ടി വന്നു മോളെ. നീ അതിന് വീട്ടിൽ വന്ന് പരിഭവം പറയുകയും ചെയ്തിരുന്നല്ലോ. ഞാനോ? എപ്പോൾ? അല്ല, എൻ്റെ ഓർമ്മക്കേടായിരിക്കും. അച്ഛൻ ഇപ്പോഴെന്തിനു വന്നതാ? നന്ദന വിളിച്ചറിയിച്ചപ്പോ ഞാൻ പോലീസ് വകുപ്പ് മന്ത്രിയുടെ കണ്ണുകുത്തി പൊട്ടിക്കുമെന്ന്. മോളെ, നീ എങ്ങനെ പറഞ്ഞോ? പറഞ്ഞതിൽ എന്താ തെറ്റ്? പറയരുതായിരുന്നു. എനിക്ക് സംഭവങ്ങളോട് പ്രതികരിക്കാൻ അവകാശമില്ലേ? എനിക്കെൻ്റെ ദേഷ്യവും അമർഷവും സങ്കടവും പ്രകടിപ്പിച്ചുകൂടെ? പിന്നെ ഞാൻ പറയുന്നത് പോലെയൊക്കെ നടക്കണമെന്നുമില്ലല്ലോ. അവർ സംസാരിച്ചു നിൽക്കെ ആനന്ദ് കയറി വന്നു. നമ്പ്യാർക്ക് ആനന്ദിനെ പെട്ടെന്ന് മനസ്സിലായി. മുഖവരയൊന്നും കൂടാതെ ആനന്ദ് ചോദിച്ചു, അഞ്ജു, നിനക്ക് ആ വാചകം പിൻവലിക്കാൻ പറ്റുമോ? എനിക്ക് നിങ്ങളെ കാണണ്ട. നിങ്ങളെൻ്റെ ശത്രുവാകേണ്ടെങ്കിൽ പൊയ്ക്കോ. നിങ്ങളുടെ മുഖം എനിക്ക് കാണണ്ട. അഞ്ജു, ഒരു പക്ഷെ നിനക്ക് സ്വയം തിരുത്താൻ കഴിഞ്ഞേക്കും. നീ വലിയൊരാപത്തിൽ ചെന്ന് പെടാൻ പോവുകയാ. കുടുങ്ങിപ്പോകും നീ. നിന്റെ ജീവൻ തന്നെ അപകടത്തിലാകും. ദയവ് ചെയ്ത് ആനന്ദ് പോകണം. നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആനന്ദ് ഏതാനും നിമിഷം അവളെ നോക്കി നിന്നിട്ട് ഇറങ്ങിപ്പോയി. അഞ്ജു, നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ ഞാനും രഞ്ജിത്തും. ഇല്ല, ഞാൻ വരുന്നില്ല. ജോലിയുണ്ട് എനിക്കിവിടെ. എൻ്റെ മോളെ, വരാൻ പോകുന്നത് എന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും സാധിക്കുന്നില്ലേ? സംഭവിക്കേണ്ടത് മാത്രമേ സംഭവിക്കൂ അച്ഛാ. ഈ പൊട്ടിപ്പെണ്ണ് വല്ലതും പറഞ്ഞുവെന്ന് വെച്ച് അതെല്ലാം സംഭവിക്കണമെന്നില്ല. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു ദീർഘദർശനമുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ JP & കമ്പനിക്ക് മുമ്പിൽ ഏതാനും പോലീസ് വാഹനങ്ങൾ വന്നു നിന്നു. DIG ഉദയകുമാറിന്റെ നേതൃത്വത്തിൽ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓഫീസിലേക്ക് കയറി വന്നു. ഉദയകുമാർ മാനേജരെ കണ്ട് സംസാരിച്ചു. അഞ്ജലിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണെന്ന് അറിയിച്ചു. ആർക്കും ഒന്നും മനസ്സിലായില്ല. കരുണാകരൻ നമ്പ്യാർ ഉദയകുമാറുമായി സംസാരിച്ചു. ഞാനെൻ്റെ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവളെ അപമാനിക്കരുത്. അവളുടെ ജീവിതം നരകമാക്കരുത്. ഞങ്ങൾ അവളെ അറക്കാനും കൊല്ലാനുമല്ല കൊണ്ടുപോകുന്നത്. ഏതാനും മണിക്കൂർ നേരം അവൾ ഞങ്ങളുടെ ഒബ്സർവേഷനിലായിരിക്കും. അവൾ കുറ്റവാളിയല്ലെങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കാനുള്ള ചുമതലയും നമുക്കുണ്ട്. നിങ്ങളും ഞങ്ങളോടൊപ്പം വരിക. അവൾക്കും അതൊരു ധൈര്യമായിരിക്കും. മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. നമ്പ്യാർ മകളോടൊപ്പം പോകാൻ ഉറച്ചു. വീട്ടിലുള്ളവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി രഞ്ജിത്തിനെ തിരിച്ചയച്ചു. പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണെന്നറിഞ്ഞിട്ടും അഞ്ജലിക്ക് കൂസലൊന്നും ഉണ്ടായില്ല. അവൾ അവജ്ഞയോടെ ഒന്ന് മന്ദഹസിച്ചു. അഞ്ജലി എതിർക്കുമെന്നായിരുന്നു ഉദയകുമാർ കരുതിയത്. ശോഭിക്കുകയെങ്കിലും ചെയ്യാതിരിക്കില്ലെന്ന് തോന്നി. പക്ഷേ യാതൊരു എതിർപ്പും കൂടാതെ കൂസലന്യെ അവൾ പോലീസ് വാഹനത്തിൽ കയറി. കൂടെ കയറിയ നമ്പ്യാരോട് അവൾ പറഞ്ഞു, അച്ഛൻ ഈ വയസ്സാങ്കാലത്ത് ഇതിനൊന്നും ഇറങ്ങിത്തിരിച്ച് ബുദ്ധിമുട്ടേണ്ടായിരുന്നു. അപമാനഭാരം കൊണ്ടും ദുഃഖഭാരം കൊണ്ടും ശിരസ് കുനിഞ്ഞുപോയ ആ മനുഷ്യൻ തൂവാല കൊണ്ട് തൻ്റെ നനഞ്ഞ കണ്ണുകളൊപ്പി. കുന്നിൻ മുകളിലെ പോലീസ് ക്യാമ്പിൽ അവർ എത്തി. പട്ടാള ബാരക്കുകൾ പോലെയുള്ള കെട്ടിടങ്ങൾ, മിക്കതും ആസ്ബറ്റോസ് മേഞ്ഞത്. ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, ഇടയ്ക്കിടെ ഒറ്റതിരിഞ്ഞ തേക്ക് മരങ്ങൾ, വിശാലമായ വളപ്പ്, ചുറ്റോടു ചുറ്റും മതിൽക്കെട്ട്. നൂറുകണക്കിന് പോലീസുകാരുണ്ട് അവിടെ. അഞ്ജലിയെയും കരുണാകരൻ നമ്പ്യാരെയും പോലീസ് IBയിലെ ഏറ്റവും നല്ല മുറിയിലെത്തിച്ചു. ഉച്ചതിരിഞ്ഞപ്പോൾ IG-യും മറ്റും ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും എത്തിച്ചേർന്നു. ആനന്ദ് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. അയാൾ തൻ്റെ സഹപ്രവർത്തകരെയും മറ്റു പത്രങ്ങളിലെ ലേഖകരെയും വിവരം അറിയിച്ചു. അഞ്ജലി പീഡിപ്പിക്കപ്പെടരുത്. അവൾ നിരപരാധിയാണെന്ന് തെളിയണം. ലോകം മുഴുവൻ അതറിയണം. ഇതുവരെ അവൾക്കുണ്ടായ സകല അപമാനവും കഴുകിക്കളയണം. പോലീസ് ക്യാമ്പിലേക്ക് പോകേണ്ട ചുമതല ജയചന്ദ്രൻ നായർ ഏറ്റെടുത്തു. അയാൾ 2 സഹപ്രവർത്തകരെയും കൂട്ടി. ആനന്ദ് തലസ്ഥാനത്തേക്ക് തിരിച്ചു. മന്ത്രി ലക്ഷ്മണ ആകെ അസ്വസ്ഥനായി കാണപ്പെട്ടു. പത്രലേഖകരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഇടയിലിരുന്ന് ഞെളിപിരി കൊള്ളുകയാണ് മന്ത്രി. അഞ്ജലി എന്ന യുവതി താങ്കളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുമെന്ന ഭയം താങ്കൾക്കുണ്ടോ? ഒരു പത്ര റിപ്പോർട്ടർ ചോദിച്ചു. ഇല്ല, ആര് പറഞ്ഞുകൊണ്ടെന്ന്? ഏതെങ്കിലും വായാടിപ്പെണ്ണ് വല്ലതും വിളിച്ചു പറഞ്ഞത് കേട്ടിട്ട് വിരളുന്നവനല്ല ഞാൻ. നോൺസെൻസ്, മന്ത്രി ലേഖകന്റെ നേർക്ക് ഗർജിച്ചു. പക്ഷേ പോലീസ് ഫോഴ്സ് താങ്കൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ പാടുപെടുകയാണല്ലോ. അതവരുടെ ജോലിയുടെ ഭാഗമായിരിക്കാം.
എനിക്കൊന്നും പറയാനില്ല. പക്ഷേ സാർ, അഞ്ജലി പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള കഥ. ഇതും ഒരു പക്ഷേ. സൂപ്പർസ്റ്റിഷൻ. എനിക്കതിലൊന്നും വിശ്വാസമില്ല. ആ പീക്കിരി പെണ്ണിന് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇതെന്താ പ്രേതനഗരമോ? 21-ാം നൂറ്റാണ്ടിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ. നിങ്ങൾ പത്രക്കാരാണ് കഥകൾ കെട്ടിച്ചമച്ച് ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതും അവരെ ദിവ്യന്മാരോ ഭീകരന്മാരോ ആക്കുന്നതും. സാർ, അന്ന് വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ മർദ്ദനത്തിലും അതേക്കുറിച്ച് താങ്കൾ നടത്തിയ പ്രസ്താവനയിലും സാധാരണക്കാരായ പൊതുജനങ്ങൾക്കുള്ള അമർഷമാണ് അഞ്ജലിയുടെ പ്രതികരണത്തിലൂടെ പുറത്തു വന്നത് എന്ന് പറഞ്ഞാൽ താങ്കൾ ക്ഷോഭിക്കുമോ? ഇന്നലത്തെ പ്രസ്താവനയെക്കുറിച്ച് താങ്കൾക്ക് പശ്ചാത്താപമുണ്ടോ? അത് തിരുത്താൻ താങ്കൾ തയ്യാറാണോ? അല്ല. മന്ത്രി പത്രസമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേറ്റു. പത്രലേഖകർ പോയി കഴിഞ്ഞപ്പോൾ IG മന്ത്രിയെ സമീപിച്ച് പറഞ്ഞു, കൊല്ലത്ത് നിന്ന് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അന്ധരുടെ നേർക്ക് നടന്ന പോലീസ് മർദ്ദനത്തെ ന്യായീകരിച്ചുകൊണ്ട് അങ്ങ് നടത്തിയ പ്രസ്താവന പിൻവലിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ. ഞാനതിന് തയ്യാറല്ല. ഞാനവളെ ഭയന്ന് ക്ഷമാപണം നടത്താനോ? സാർ, അവനവന്റെ കണ്ണുകളേക്കാൾ വലുതല്ലല്ലോ ഏതാനും വാക്കുകൾ. തന്നെ ആരോടോ IG ആക്കിയത്? ഒരു പെണ്ണിനെ തടഞ്ഞു നിർത്താൻ കഴിവില്ലാത്ത ഒരു പോലീസ് ഫോഴ്സിന്റെ തലവനായിരിക്കാൻ തനിക്ക് നാണമില്ലേ? ഒരു വ്യക്തിക്ക് ഒറ്റ രാത്രിയിലത്തേക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ കഴിയാത്ത ഒരു ഫോഴ്സിന്റെയും വകുപ്പിന്റെയും മന്ത്രിയായിരിക്കുന്നതിനേക്കാൾ ഭേദം പൊട്ടക്കണ്ണനായി ജീവിക്കുന്നതാണല്ലോ. തന്റെയൊന്നും വളിച്ച മുഖം കാണേണ്ടല്ലോ. സാർ, അങ്ങ് വെറുതെ ക്ഷോഭിക്കുകയാണ്. എന്തെങ്കിലും സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. അഞ്ജലിക്ക് കനത്ത പോലീസ് കാവലുണ്ട്. ഇവിടെയും നൂറുകണക്കിന് സായുധ പോലീസ് ഉടൻ തന്നെ കാവലിനെത്തും. തന്റെ ഇഷ്ടം പോലെ ചെയ്യ്. അതുപോലെ തന്നെ ഇവിടത്തെ സെക്യൂരിറ്റി ഏർപ്പാടുകളൊന്നും എന്റെ നിർദ്ദേശപ്രകാരമല്ല എന്ന് പത്രക്കാരോട് പറഞ്ഞോളണം. ഞാനീ കാവലിനൊക്കെ എതിരാണെന്നും വരണം. എനിക്ക് നാളെയും നാട്ടിലിറങ്ങി നടക്കേണ്ടതാ, മന്ത്രി ക്ഷുഭിതനായി പറഞ്ഞു. രാത്രി 8 മണി കഴിഞ്ഞു. അഞ്ജലി ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെ മുറിയിൽ ഇരിക്കുകയാണ്. തൊട്ടടുത്ത് കരുണാകരൻ നമ്പ്യാർ. മുറിക്കുള്ളിൽ ജനാലകൾക്കും വാതിലുകൾക്കും സമീപം വനിതാ പോലീസ് കാവൽ നിൽപ്പുണ്ട്. മുറിക്ക് ചുറ്റും സായുധരായ പോലീസ് കരുതലോടെ കാവൽ നിൽക്കുന്നു. മുറ്റത്തും വളപ്പിലും പോലീസ് റോന്തു ചുറ്റുന്നു. എനിക്ക് തണുക്കുന്നു. സോഫയിൽ കൂലിക്കൂടിയിരുന്നു കൊണ്ട് അഞ്ജലി പറഞ്ഞു. ആരും അനങ്ങിയില്ല. അവൾ തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു. പല്ലുകൾ കൂട്ടിയിടിക്കുന്ന ഒച്ച. മുറിക്കുള്ളിൽ അല്പം പോലും തണുപ്പുണ്ടായിരുന്നില്ല. മറ്റാർക്കും അങ്ങനെ തോന്നിയുമില്ല. പനിക്കുന്നുണ്ടോ മോളെ? നമ്പ്യാർ അവളുടെ നെറ്റിയിൽ കൈവച്ചു. പെട്ടെന്ന് കൈ വലിക്കുകയും ചെയ്തു. നെറ്റിത്തടം മഞ്ഞുപോലെ തണുത്തിരുന്നു. എനിക്കൊരു പുതപ്പുതാ, വല്ലാതെ തണുക്കുന്നു. നമ്പ്യാർ പുറത്തേക്ക് ചെന്ന് അഞ്ജലിയുടെ ആവശ്യം ഉദയകുമാറിനെ അറിയിച്ചു. അയാൾ വന്ന് അഞ്ജലിയുടെ നെറ്റിയിൽ കൈവച്ചു നോക്കി. എന്നിട്ട് ഉടൻ തന്നെ പുതപ്പെത്തിക്കാൻ ഏർപ്പാടും ചെയ്തു. ഉദയകുമാർ അഞ്ജലിയുടെ സമീപം തന്നെ നിന്നു. അഞ്ജലി ശരിക്കും മൂടിപ്പുതച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മുറിയിലെ ബൾബുകൾ മങ്ങാൻ തുടങ്ങി. വോൾട്ടേജ് കുറയുകയാണ്. ട്യൂബുകൾ അണഞ്ഞു. ബൾബുകൾ മങ്ങി മങ്ങി ഫിലമെന്റ് മാത്രം കാണാവുന്ന അവസ്ഥയിലെത്തി. നരേന്ദ്ര, ജനറേറ്ററുകൾ ഓൺ ചെയ്യൂ. ടോർച്ചും മെഴുകുതിരികളും ആദ്യം, ഉദയകുമാർ വിളിച്ചു പറഞ്ഞു. തുടർന്ന് വാതിലടച്ച് അകത്തുനിന്ന് കുറ്റിയിട്ടു. ഉദയകുമാർ മുറിയുടെ നടുഭാഗത്തേക്ക് നീങ്ങി. സോഫയിൽ നിന്നും അഞ്ജലി എഴുന്നേറ്റതുപോലെ തോന്നി. ഒരു വെള്ളായം വാതിൽക്കലേക്ക്. നരേന്ദ്ര, ടോർച്ച് വേഗം. 5 ബാറ്ററി ടോർച്ച് തെളിച്ചു. അഞ്ജലി സോഫയിൽ ചാരിയിരിപ്പുണ്ട്. മയക്കത്തിലായെന്ന് തോന്നുന്നു. അസ്വാഭാവികമായി ഒന്നുമില്ല. ജനറേറ്റർ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വോൾട്ടേജ് കൂടി തുടങ്ങി. ബൾബുകൾക്ക് പ്രകാശമേറി. ഒടുവിൽ ട്യൂബുകളും കത്തി. എല്ലാം സാധാരണ പോലെ. ഉദയകുമാറിന് സമാധാനമായി. ആഭ്യന്തരമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് കനത്ത കാവലേർപ്പെടുത്തിയിരുന്നു. ഗേറ്റ് മുതൽ പോലീസിന്റെ പ്രളയം. എല്ലാ മുറിയിലും സായുധ പോലീസ്. മന്ത്രിയുടെ മുറിയിൽ IG-യും 2 DIG-മാരും കമ്മീഷണറും കമാൻഡോ പരിശീലനം സിദ്ധിച്ച CA റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും. സിറ്റൗട്ടിൽ നിറയെ പോലീസ്. ഓരോ വാതിലിന്റെയും ഓരോ ജനലിന്റെയും മുന്നിൽ പോലീസ്. വീടിനു ചുറ്റും ആയുധധാരികളായ പോലീസ്. പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ഒരു ഈച്ച പോലും അകത്ത് കടക്കാൻ കഴിയില്ലാത്തത്ര ബന്ദവസ്. പത്രലേഖകരുടെ സംഘം ഗേറ്റിന് വെളിയിൽ ക്യാമറകളുമായി കാത്തുനിന്നു. വീർപ്പടക്കിയ നിമിഷങ്ങൾ കടന്നു പോവുകയാണ്. മണി 12 അടിച്ചു. മന്ത്രി അംഗരക്ഷകരുടെ മധ്യേ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരുന്നു. വാസ്തവത്തിൽ അയാൾ ഭയചകിതനായിരുന്നു. തന്റെ മുഖത്തെ പേടി ആരും കാണാതിരിക്കാൻ തലകുനിച്ചാണ് നടത്തം. മുറിയിലെ ബൾബുകൾ മെല്ലെ മങ്ങി മങ്ങി വന്നു. ഇലക്ട്രിസിറ്റി വകുപ്പും കൊള്ളാം, അതിന്റെ മന്ത്രിയും കൊള്ളാം. വോൾട്ടേജ് വിഴുങ്ങുകൾ.
മന്ത്രി പിറുപിറുത്തു. വയറും ബൾബും വഴി ഇരുട്ട് വിതരണം ചെയ്യാൻ ഇത്രയും മിടുക്കര്? ജനറേറ്റർ ഓൺ! ആരോ വിളിച്ചു പറയുന്നു. വാതിൽക്കൽ എന്തോ ശബ്ദം കേട്ട് മന്ത്രി ഉൾപ്പെടെ മുറിയിലുണ്ടായിരുന്നവരെല്ലാം തിരിഞ്ഞു. മങ്ങിയ വെളിച്ചത്തിൽ ആരോ വാതിൽക്കൽ. ആ രൂപം മെല്ലെ മുന്നോട്ട് വന്നു. അവൾ അഞ്ജലി. മന്ത്രി ലക്ഷ്മണയ്ക്ക് നിലവിളിക്കാൻ ഒച്ച കിട്ടിയില്ല. ആ പന്നികൾ വെളിയിൽ എന്തെടുക്കുകയായിരുന്നു? ആരാണ് ഇവളെ അകത്തേക്ക് വിട്ടത്? IG അലറി. കമാൻഡോ അഞ്ജലിയുടെ നേർക്ക് തോക്കു ചൂണ്ടി മന്ത്രിയുടെ മുന്നിൽ കയറി നിന്നു. അവൾ ഞൊടിയിടയിൽ അയാളെ പൊക്കിയെടുത്ത് മറ്റു 4 പേരുടെ നേർക്ക് എറിഞ്ഞു. പിഴുത് മറിഞ്ഞു വരുന്ന മരം വന്നിടിച്ച പോലെ 4 പേരും വീണു. ആയുധങ്ങളെല്ലാം തെറിച്ചുപോയി. അഞ്ജലി ഓരോരുത്തരെയും വലിച്ചു പൊക്കി ഭിത്തിയിലേക്ക് ആഞ്ഞു തള്ളി. ഓരോരുത്തരും ഭിത്തിമേൽ ശക്തിയായി ഇടിച്ച് ചതഞ്ഞു വീണു. വീണിടത്തു നിന്ന് അനങ്ങാൻ കൂടി അവർക്ക് കഴിഞ്ഞില്ല. മന്ത്രി ലക്ഷ്മണ അത്യുച്ചത്തിൽ അലറി. ആ വച്ച ആരോ പിടിച്ചെടുത്ത് വിഴുങ്ങിയതുപോലെ ഇല്ലാതായി. ചില്ല് ജനാലയിലൂടെ വെളിയിൽ നിന്ന് പോലീസുകാർ അകത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അഞ്ജലി അകത്ത് കടന്നതും പോലീസ് മേധാവികളെ ആക്രമിക്കുന്നതും കണ്ട അവർ ബഹളം വെച്ച് മറ്റുള്ളവരെ കൂടി വരുത്തി. അടഞ്ഞ വാതിൽ തുറക്കാൻ ഒരു കൂട്ടർ ശ്രമിച്ചു. അഞ്ജലി മന്ത്രിക്ക് നേരെ നീങ്ങി. അരുത്, അരുത്, അരുതേ! മന്ത്രി കൈ മുന്നോട്ട് നീട്ടി അഞ്ജലിയുടെ നേർക്ക് കുടഞ്ഞു വീശിക്കൊണ്ട് നിലവിളിച്ചു. അരുതേ! ക്ഷമിക്കണേ! തെറ്റ്, എന്റെ തെറ്റ്! പേടികൊണ്ട് അയാളുടെ കണ്ണുകൾ മിഴിഞ്ഞു. മുഖം വക്രിച്ചു. ചുണ്ടുകൾ നീലനിറമായി. പിന്നോക്കം പോയ അയാൾ ഭിത്തിയിൽ തളഞ്ഞു നിന്നു. അഞ്ജലി അടിവച്ചടിവച്ച് സാവധാനം അയാളുടെ മുന്നിൽ ചെന്നു. ഇടം കൈകൊണ്ട് അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മേലോട്ടുയർത്തി. ഭിത്തിയിൽ തളച്ചു വെച്ചതുപോലെ ചേർത്ത് പിടിച്ചു. മന്ത്രിയുടെ നിലവിളി തൊണ്ടയിൽ കുരുങ്ങി. അഞ്ജലിയുടെ വലങ്കയുടെ ചൂണ്ടുവിരലിൽ നഖം നീണ്ടു. കഠാര മുന പോലെ 1 ഇഞ്ചോളം നീളത്തിൽ. ലക്ഷ്മണയുടെ ഭയന്ന് തുറിച്ച കണ്ണിലേക്ക് അഞ്ജലി നഖം കുത്തിയിറക്കി. 2 കുഴികളിൽ നിന്ന് അരുവി പോലെ ചോരയൊഴുകി. മന്ത്രിയുടെ ജുബ്ബയും മുണ്ടും നനഞ്ഞു. അയാളുടെ ബോധമറ്റ ശരീരം മുറിക്കോണിലേക്ക് തട്ടിയെറിഞ്ഞ് അഞ്ജലി പിന്തിരിഞ്ഞു. പെട്ടെന്ന് വാതിൽ തകർക്കപ്പെട്ടു. സായുധരായ പോലീസ് സൈന്യം അവളെ പൊതിഞ്ഞു. ഇരു കൈയും വിരിച്ച് ചുഴലി കൊടുങ്കാറ്റ് പോലെ അവളൊന്ന് വട്ടം കറങ്ങി. തെറിച്ചു വീണ പോലീസുകാർക്ക് മീതെ കൂടി അവൾ ഗേറ്റിന് നേർക്ക് നടന്നു. പോലീസ് പിന്നാലെ ഓടി. ഗേറ്റിന് പുറത്ത് മറ്റ് പത്രലേഖകരോടൊപ്പം കാത്തുനിന്ന ആനന്ദും കാണുകയുണ്ടായി അഞ്ജലി പുറത്തേക്ക് വരുന്നത്. ക്യാമറ ഫ്ലാഷുകൾ തുരുതുര മിന്നിപ്പൊലിഞ്ഞു. അടഞ്ഞു കിടന്ന ഇരുമ്പ് ഗേറ്റ് തുറക്കാതെ തന്നെ ഉരുക്കു കമ്പികളെ ഭേദിച്ചിട്ടെന്ന വണ്ണം അഞ്ജലി അപ്പുറം കടന്നു. ഇതിനകം നിരത്തിലിറങ്ങിയ അഞ്ജലി ഏതാനും വാര മുമ്പോട്ട് പോയിട്ട് ഇടതുവശത്തെ ചെറിയ റോഡിലേക്ക് തിരിയുന്നത് കണ്ടു. ചെറിയ റോഡിലെത്തിയ പോലീസുകാർ 4 പാടും നോക്കി. അഞ്ജലിയെ കാണാനില്ല. ഇടതുവശത്തെ വീതി കുറഞ്ഞ റോഡിലും നോക്കി. ഇല്ല. ആ പ്രദേശം മുഴുവൻ പോലീസ് സംഘം അരിച്ചു പെറുക്കി. പോലീസ് വാഹനങ്ങൾ നാനാഭാഗത്തേക്കും ചീറിപ്പാഞ്ഞു. 3 മണിക്കൂർ നീണ്ട ആ തെരച്ചിൽ പരാക്രമം ഒടുവിൽ പരാജയമായി കലാശിച്ചു. ഇതിനിടയിൽ കണ്ണ് രണ്ടും നഷ്ടപ്പെട്ട മന്ത്രിയെ വേഗം കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് അയച്ചു കഴിഞ്ഞിരുന്നു. പോലീസിലെ ഉന്നതാധികാരികൾ അഞ്ജലിയെ കസ്റ്റഡിയിലെടുത്തു സൂക്ഷിച്ച പോലീസ് ക്യാമ്പിലേക്ക് ടെലഫോണിലൂടെ അട്ടഹസിച്ചു. നിങ്ങളൊക്കെ എവിടെയായിരുന്നു? അഞ്ജലി അവിടുന്ന് മിസ്സായ വിവരമെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാമായിരുന്നല്ലോ. അതിന് ആര് മിസ്സായി സാർ? ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തപ്പോൾ മുതൽ അഞ്ജലി ഇവിടെ തന്നെയുണ്ട്, ഞങ്ങളുടെ മുമ്പിൽ തന്നെ. DIG ഉദയകുമാർ മറുപടി നൽകി. അവളെ അടച്ചിടത്ത് ചെന്ന് നോക്കിയിട്ട് വിസ്തരിക്കടോ. സാർ, അവളുടെ തൊട്ടു മുമ്പിലിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു ചുവട് പോലും എങ്ങോട്ടും നീങ്ങിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. പക്ഷേ അല്പം മുമ്പ് അവൾ ഇവിടെ വന്നത് പിന്നെ എങ്ങനെയാണോ? മന്ത്രിയുടെ 2 കണ്ണും അവൾ ചൂഴ്ന്നെടുത്ത് കളഞ്ഞു. എന്നിട്ട് രക്ഷപ്പെടുകയും ചെയ്തു. ഇംപോസിബിൾ. അവൾ ഇപ്പോഴും ഞങ്ങളുടെ മുന്നിലുണ്ട് സാർ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അഞ്ജലി ആയിരിക്കില്ല, മറ്റേതോ സ്ത്രീയാണ് അവിടെ എത്തിയത്. അതിന് മറുപടി ഉണ്ടായില്ല. സാർ, മന്ത്രിക്ക് കണ്ണ് രണ്ടും പോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അഞ്ജലി അവിടെ ഉണ്ടല്ലോ, വിടരുത്. സാർ, അവൾ എങ്ങനെ സെക്യൂരിറ്റി ഭേദിച്ച് അകത്ത് കടന്നു? അത് ഞങ്ങൾക്കറിയില്ല. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സാർ, എങ്ങനെയാണ് സംഭവമെന്ന് പറഞ്ഞാൽ? പോലീസ് കമ്മീഷണർ സംഭവം മുഴുവൻ വിശദീകരിച്ചു. ലൈറ്റുകൾ മങ്ങിയതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ഉദയകുമാറും പറഞ്ഞു. ഇവിടെയും അങ്ങനെ സംഭവിച്ചു. വോൾട്ടേജ് കുറഞ്ഞു ലൈറ്റുകൾ മുഴുവൻ മങ്ങി. പെട്ടെന്ന് തെളിയുകയും ചെയ്തു. സംസാരിച്ചു കൊണ്ട് നിൽക്കെ മുറിയിലെ വോൾട്ടേജ് കുറഞ്ഞു വന്നു. ട്യൂബ് അണഞ്ഞു. ബൾബിന്റെ വെളിച്ചം തീരെ മങ്ങി. ആരോ അടുത്തുകൂടി കടന്നുപോയെന്ന് DIGക്ക് തോന്നി. ഒരു തണുത്ത വായു ദേഹത്തേറ്റു.
വസ്ത്രമുലയുന്ന ശബ്ദം, ഒരു വെള്ളായം. മാത്ര നേരത്തേക്ക് അഞ്ജലിയുടെ മേൽ കുനിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നുകയുണ്ടായി. ബൾബിന് ക്രമേണ പ്രകാശം കൂടിക്കൂടി വന്നു. അഞ്ജലി ഒന്നനങ്ങി. അവളുടെ സോഫയ്ക്കരികെ ഫോൺ ചെയ്യുന്ന DIGയെയും നോക്കി പരിഭ്രാന്തനായി ഇരിക്കുകയാണ് കരുണാകരൻ നമ്പ്യാർ. അപ്പുറത്ത് കമ്മീഷണർ DIGയോട് അഞ്ജലി അണിഞ്ഞിരുന്ന വേഷത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. സാരിയാണ് അവൾ ധരിച്ചിരുന്നത്. മെറൂൺ കളറിലുള്ള ഒരെണ്ണം. ഇടയ്ക്കിടെ ഗോപുരത്തിന്റെ സ്വർണ്ണവർണ്ണത്തിലുള്ള പ്രിന്റുണ്ട്. വീതി കുറഞ്ഞ ബോർഡർ. പല്ലവിന് നിറം പച്ച. യെസ് സാർ. DIG അഞ്ജലിയെ നോക്കിക്കൊണ്ട് ശരിവച്ചു. അതേ വേഷമാണ് അവൾ ഇപ്പോഴും അണിഞ്ഞിരിക്കുന്നത്. വിട്ട് കളയരുതവളെ. അവളുടെ നട്ടെല്ല് വലിച്ചൂരണം. ഇത്രയും വലിയ പോലീസ് ഫോഴ്സ് രണ്ടിടത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാവലിരുന്നിട്ട് ഒരു പീക്കിരി പെണ്ണിനെ തടയാനോ പിടിക്കാനോ കഴിഞ്ഞില്ല. മന്ത്രിയുടെ കണ്ണ് രക്ഷിക്കാനും പറ്റിയില്ല. നാളെ പത്രങ്ങളിൽ അത് വെണ്ടയ്ക്കയാ. മലയാളത്തിന് മാത്രമല്ല ഇത് വാർത്ത. ഇന്ത്യയിലെ സകല പത്രങ്ങളും അടിക്കും. വിദേശത്തും ചെല്ലും വാർത്ത. അതുകൊണ്ടാ പറഞ്ഞത് വിട്ട് കളയരുതെന്ന്. ഇവിടെ പിടിക്കാനെത്തില്ലെങ്കിലും അവിടെയുണ്ടല്ലോ കസ്റ്റഡിയിൽ തന്നെ പ്രതി. പക്ഷേ സാർ, ഇവിടെയുള്ള അഞ്ജലി എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ക്യാമ്പിലുണ്ടായിരുന്ന പോലീസുകാർക്കും പത്രക്കാർക്കും അവളുടെ അച്ഛനും വരെ അതറിയാം. ഞാനാണെങ്കിൽ ഈ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടേയില്ല. മുഴുവൻ സമയവും എൻ്റെ കൺമുന്നിലുണ്ടായിരുന്നു അവൾ. ഇപ്പോഴുമുണ്ട്. നിങ്ങൾ അവളെ പൊക്കിയെടുത്ത് മാറ്റിയിട്ട് ചോദ്യം ചെയ്യും. കിളി പറയുന്ന പോലെ പറയിക്കണം. റിസീവർ വെച്ചിട്ട് DIG അഞ്ജലിയെ സമീപിച്ചു. അഞ്ജലി പുതപ്പ് മാറ്റി എഴുന്നേൽക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് ക്ഷീണവും ആലസ്യവും. ഉറങ്ങിട്ടെഴുന്നേറ്റ പോലെ. നേരിയ കിതപ്പുമുണ്ട്. നിന്റെ തണുപ്പൊക്കെ പോയോടി? അയാൾ ചോദിച്ചു. ഓവ്, ഇപ്പോൾ വിയർക്കാൻ തുടങ്ങി, അവൾ പറഞ്ഞു. DIG അവൾ അണിഞ്ഞിരുന്ന വേഷം നോക്കി. കമ്മീഷണർ പറഞ്ഞ അതേ വേഷം തന്നെ. ജയറാം, ഇവളെ ആ കോൺഫറൻസ് ഹാളിലേക്ക് കൊണ്ടുവാ. ചിലതൊക്കെ ചോദിച്ചറിയാനുണ്ട്. CA ജയറാം വന്ന് അവളുടെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. നടക്ക്. അഞ്ജലി അനുസരിച്ചു. കോൺഫറൻസ് ഹാളിന്റെ വാതിൽ വരെ നമ്പ്യാർ പരിഭ്രാന്തനായി പുറകെ ചെന്നു. താൻ വരണ്ട, CA തിരിഞ്ഞു നിന്ന് പറഞ്ഞു. തൻ്റെ മോളെ ഞങ്ങളാരും തിന്നു കളയുകയൊന്നുമില്ല. അത്യാവശ്യം ചിലതൊക്കെ ചോദിച്ചിട്ട് പുറത്തുവിടും. നമ്പ്യാരുടെ മുമ്പിൽ വാതിലടഞ്ഞു. അയാൾ ചകിതനായി വാതിലിലേക്കും നോക്കി നിന്നു. നമ്പ്യാർ കാര്യങ്ങളൊക്കെ ഏകദേശം ഊഹിച്ചു കഴിഞ്ഞിരുന്നു. മന്ത്രിയുടെ കണ്ണുകൾ നഷ്ടപ്പെട്ടുവെന്ന് അയാൾക്ക് മനസ്സിലായി. ഇനി എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഓർത്ത് ആ പിതാവിന്റെ ഹൃദയം പുകഞ്ഞു. നീളം കൂടിയ മേശയ്ക്ക് ഇരുപുറവും പോലീസ് ഉദ്യോഗസ്ഥർ ഇരുന്നു. ഒരേ സമയം 30-ലധികം പേർക്ക് കൂടത്തക്ക വിധം വലിയ മേശയും ചുറ്റും ഇരിപ്പിടങ്ങളും. ഇരിക്കടി, DIG കൽപ്പിച്ചു. അഞ്ജലി പക്ഷെ ഇരിക്കാൻ കൂട്ടാക്കിയില്ല. DIG നിർബന്ധിച്ചുമില്ല. പണി പറ്റിച്ചു അല്ലേടി? പല്ലിടിച്ചുകൊണ്ട് DIG ചോദിച്ചു. മിനിസ്റ്ററുടെ കണ്ണെടുത്തു അല്ലേടി? കണ്ണെടുത്തെന്നോ? നിനക്കറിയില്ലേടി? എനിക്കറിയില്ല. അഞ്ജലി കൈമലർത്തി. അവൾ വല്ലാതെ പരിഭ്രമിക്കുകയും ചെയ്തു. അവൾക്ക് കാര്യം മനസ്സിലാകുന്നില്ല. നീ പറഞ്ഞ പോലെ തന്നെ മിനിസ്റ്ററുടെ കണ്ണ് രണ്ടും നഷ്ടപ്പെട്ടെന്ന്. അവൾ അന്തിച്ചു നിന്നു. DIG കൈവീശി അവളുടെ കവളത്തൊന്ന് പൊട്ടിച്ചു. മിനിസ്റ്ററുടെ കണ്ണ് കുത്തി തുരന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നോ? എന്താ സംഭവിച്ചതെന്ന് അറിയില്ലേടി നിനക്ക്? ഇല്ലേടി. വിരലഞ്ചും പതിഞ്ഞ കവിൾത്തടം അഞ്ജലി മെല്ലെ തൂത്തു. അവളുടെ മുഖം കല്ലിച്ചു വന്നു. DIGയെ അവൾ തുറച്ചു നോക്കി. എനിക്ക് അറിയില്ല. തീരെ പതുക്കെ എന്നാൽ ദൃഢസ്വരത്തിൽ അവൾ പറഞ്ഞു. അവളുടെ ശബ്ദം പോലും പരുക്കനായി. ഇല്ലേടി. അയാൾ വീണ്ടും കൈവീശി. ഇത്തവണ അടിച്ചതും അയാൾ കൈ കുടഞ്ഞു വലിച്ചു. പാറയിൽ അടിച്ചിട്ടെന്ന പോലെ അയാളുടെ വിരലുകൾ പൊട്ടി ചോര വാർന്നു. കൊല്ലവളെ, വേദന കൊണ്ട് പുളഞ്ഞ DIG അലറി. CA ജയറാം ചാടി എഴുന്നേറ്റ് അഞ്ജലിയുടെ മുടിക്കുത്തിനെ പിടിച്ചുലച്ചു. എന്നാൽ അയാളുടെ കൈയും ശരീരവും ഉലഞ്ഞതല്ലാതെ അഞ്ജലിയുടെ തലയ്ക്കോ ശരീരത്തിനോ ഒരിളക്കവും ഉണ്ടായില്ല. അവൾ പാറ പോലെ ഇരുന്നു. മുടിക്ക് ചുറ്റിപ്പിടിച്ച ജയറാമിനെ അവൾ കഴുത്തിൽ പിടിച്ചൊരു പിഞ്ചു കുഞ്ഞിനെ എന്ന പോലെ മേലോട്ടുയർത്തി. അയാൾ കൈകാലിട്ടടിച്ചപ്പോൾ അവൾ അയാളെ മേശയുടെ മീതയ്ക്ക് വെച്ചിട്ട് ഒരു കളിപ്പാട്ടം കണക്കെ തള്ളിവിട്ടു. 20 അടിയോളം നീളം വരുന്ന മേശയുടെ അങ്ങേറ്റം വരെ തെന്നിച്ചെന്നിട്ട് അയാൾ താഴെയുള്ള കസേരയിലേക്ക് വീണു. പിന്നെ ഇതെല്ലാം കണ്ട് വിറളി പിടിച്ചിരുന്ന DYSPയെ കയ്യാട്ടി വിളിച്ചു. അഞ്ജലിയുടെ കൈവീശിയുള്ള ഒറ്റയടിക്ക് തന്നെ DYSPയുടെ ഇടതുവശത്തെ 2 വരി പല്ലുകളും തകർന്നു. താടിയെല്ല് ഒരു വശത്തേക്ക് കോടി. അയാൾ വെട്ടിയിട്ട തടി പോലെ പിന്നോട്ട് മറിഞ്ഞു. എല്ലാം കണ്ട് അന്താളിച്ചു നിന്ന പോലീസുകാരോട് അഞ്ജലി പറഞ്ഞു, ആംബുലൻസ്. അവൾ വാതിൽ തുറന്നു. നമ്പ്യാർ പുറത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു. പരിഭ്രമത്തോടും ദുഃഖത്തോടും കൂടി. മുറിയിലേക്ക് അയാൾ എത്തി നോക്കി. അതിനകത്ത് കണ്ട കാഴ്ച അയാളെ അമ്പരപ്പിച്ചു. പേടിക്കാനില്ലച്ച, അത് കഴിഞ്ഞു. അവൾ പിറുപിറുത്തു.
പിന്നെ നേരത്തെ താനിരുന്ന സോഫയിൽ ചെന്നിരുന്നു, ഒരാട്ടിൻകുട്ടിയുടെ ശാന്തതയോടെ. അധ്യായം 31. അടിയന്തിരമായി മന്ത്രിസഭായോഗം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഉന്നത പോലീസ് അധികാരികളുമുണ്ട്. മിക്കവരുടെയും കയ്യിലുണ്ട് അന്നത്തെ പത്രം. മുഖ്യമന്ത്രി പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചു. നമ്മുടെ പോലീസ് ഫോഴ്സിന് അവളെ ഒന്നും ചെയ്യാൻ കഴിവില്ലെന്ന് മനസ്സിലായി. പോലീസ് ഫോഴ്സിന് കഴിവില്ലാഞ്ഞിട്ടല്ല സാർ. ആക്രമിക്കാൻ വരുന്നതൊരു മനുഷ്യ സ്ത്രീയാണെങ്കിൽ തടയാം, പിടികൂടാം. ഇവളെ തടയാനും പിടിക്കാനും പോലീസ് ഫോഴ്സ് അല്ല, ഇന്ത്യൻ പട്ടാളം മുഴുവൻ നോക്കിയാലും പറ്റിയെന്ന് വരില്ല. ഫോഴ്സിന്റെ കഴിവുകേടല്ല അത്, DAG തെല്ല് നീരസത്തോടെ പറഞ്ഞു. അവള് പിന്നെ ആരാ, പ്രേതമോ? സാർ, പരിഹസിക്കും മുമ്പ് ഈ ഫോട്ടോഗ്രാഫ്സ് ഒന്ന് നോക്കൂ. DAG മേശപ്പുറത്ത് കുറേയധികം ഫോട്ടോകൾ നിരത്തിയിട്ടു. അഞ്ജലി മന്ത്രിയുടെ കണ്ണ് ചൂഴ്ന്നെടുത്തിട്ട് ഓടി രക്ഷപ്പെടുമ്പോൾ ഗേറ്റിന് പുറത്തുനിന്ന് പത്രലേഖകരും മറ്റും എടുത്ത ഫോട്ടോകളാണ്. പത്രങ്ങളിൽ ഗേറ്റുണ്ട്, പശ്ചാത്തല ദൃശ്യമുണ്ട്. തോക്കും ചൂണ്ടി ഓടി വരുന്ന പോലീസ് സേനയുണ്ട്. പക്ഷേ അഞ്ജലി മാത്രമില്ല. ഒരൊറ്റ ക്യാമറയിലും അഞ്ജലിയുടെ ചിത്രം വീണിട്ടില്ല. അവളെ ഫോളോ ചെയ്യുന്ന പോലീസിന്റെ പടം പല ഭാഗത്തു നിന്നെടുത്ത് കിട്ടിയിട്ടുണ്ട്. അഞ്ജലി എവിടെ പോയി? സാർ, ഈ ഫോട്ടോയിൽ കാണുന്നതാണ് സത്യം. അവൾ മനുഷ്യന്റെ ചിത്രത്തിൽ വരികയില്ല. മനുഷ്യന്റെ കഴിവിന്റെ പരിധിക്കുള്ളിൽ പെടുകയുമില്ല. അദൃശ്യമായ ഒരു ശക്തിയെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് തോന്നുന്നു. സംഗതി വാസ്തവമാണെന്ന് ഫോട്ടോഗ്രാഫുകൾ പരിശോധിച്ച ഏവർക്കും മനസ്സിലായി. പക്ഷേ അഞ്ജലി മുഖേനയാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. അവൾ അണിഞ്ഞിരുന്ന വേഷം പോലും. അവൾ വെറുമൊരു കരു മാത്രമായിരിക്കാം. കരുവായാലും കുരുവായാലും എടുത്തു കളയണം. മനുഷ്യർക്കിവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കണം. അവളെ കസ്റ്റഡിയിൽ തന്നെ വെച്ചേക്ക്, വിടണ്ട. പത്രങ്ങളൊന്നും വായിക്കാനും കൊടുക്കണ്ട. മുഖ്യമന്ത്രി കൽപ്പിച്ചു. പക്ഷേ സാർ, അവളെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ നമുക്കെങ്ങനെ പറ്റും? ഒരു നിരപരാധിയെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ നിയമമില്ലല്ലോ. അഞ്ജലി നിരപരാധിയാണെന്നതിന് പോലീസും പത്രക്കാരുമൊക്കെ ദൃക്സാക്ഷികളാണ്. അവൾ എല്ലാ സമയത്തും അവിടെ ഉണ്ടായിരുന്നു. ഇനി അവളെ വിട്ടയച്ചില്ലെങ്കിൽ അവൾക്ക് പോലീസിനും സർക്കാരിനുമെതിരെ കോടതിയിൽ പോകാം. സസ്പെക്ട് പേഴ്സൺ എന്ന നിലയിൽ കസ്റ്റഡിയിൽ വെച്ചുകൂടെ? അല്ലെങ്കിൽ കോഫെ പോക്സയോ ദേശീയ സുരക്ഷിതത്വ നിയമമോ എന്തെങ്കിലും എടുത്ത് പ്രയോഗിക്ക്. അവൾ നിരപരാധിയാണെന്ന് തെളിവുള്ളതുപോലെ തന്നെ അപരാധിയാണെന്നുള്ളതിനും തെളിവുണ്ടല്ലോ. പോലീസുകാരും പത്രക്കാരും കണ്ടതല്ലേ അവള് കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് ഓടുന്നത്. സാർ, പക്ഷേ അത് യഥാർത്ഥ അഞ്ജലിയാണോ എന്ന് നിശ്ചയമില്ലല്ലോ. അതേസമയം പോലീസ് ക്യാമ്പിലുണ്ടായിരുന്ന അഞ്ജലി യഥാർത്ഥ അഞ്ജലി തന്നെയായിരുന്നു. ജോലി സ്ഥലത്ത് നിന്ന് പോലീസ് തൂക്കിയെടുത്ത് ക്യാമ്പിലെത്തിക്കുകയായിരുന്നു. അതുകൊണ്ട് നിയമവും കോടതിയുമൊന്നും അവൾക്കെതിരായി നിൽക്കില്ല. അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ അവളിലുണ്ടെന്ന് നമ്മൾ തെളിയിക്കണം. എന്നാൽ പോലും സൂപ്പർ നാച്ചുറൽ ആക്ടിവിറ്റീസ് ഒന്നും കോടതിയുടെയും നിയമത്തിന്റെയും പരിധിയിൽ വരികയില്ലല്ലോ. കുന്തം. മുഖ്യമന്ത്രിക്ക് ശുണ്ഠി കയറി. തന്റെ പോലീസിന് അവളെ ഒന്ന് കൈകാര്യം ചെയ്ത് വിട്ടാലെന്താ എന്നും ഓർക്കത്തക്ക വിധം. പേടിച്ചവള് പത്രം വായിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യരുത്. പോലീസിനും ജീവനിൽ കൊതിയുണ്ട് സാർ. അവളെ തൊടാൻ പേടിയാണ് എല്ലാവർക്കും. എപ്പോഴാ എങ്ങനെയാ അവൾ പ്രതികരിക്കുക എന്നറിയില്ല. പേടിത്തൊണ്ടന്മാർ. മുഖ്യമന്ത്രി പരിഹസിച്ചു. തർക്കിച്ചിട്ട് കാര്യമില്ല, ഇതിനൊരു പ്രതിവിധി കാണണം, സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു. ഒരൊറ്റ പ്രതിവിധിയേയുള്ളൂ, DIG അറിയിച്ചു. ഈ സൂപ്പർ നാച്ചുറൽ പവറും അഞ്ജലിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക. എന്നിട്ട് അവളിൽ നിന്ന് ആ അജ്ഞാത ശക്തിയെ പുകച്ച് പുറത്തു ചാടിക്കുക. അതിനെന്ത് ചെയ്യണം? അതിന് 2 വഴികളാണുള്ളത്. ഒന്ന്, പഴയ തലമുറക്കാർ നിർദ്ദേശിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തേക്കാവുന്ന മന്ത്രവാദം, ഹോമം തുടങ്ങിയ പഴയ രീതി. ആധുനിക തലമുറ അന്ധവിശ്വാസമെന്നും വങ്കത്തരമെന്നും പറഞ്ഞ് അതിനെ പരിഹസിക്കും. എന്നൊരു ദോഷമുണ്ട്. മാത്രമല്ല ശരിയായ താന്ത്രികനെ കണ്ടെത്താനും വിഷമിക്കും. 2, മനഃശാസ്ത്ര ചികിത്സാ വിദഗ്ധർക്ക് അഞ്ജലിയെ വിട്ടുകൊടുക്കുക. അവർ അവളുടെ വാക്കും പ്രവൃത്തിയും ചിന്തയും രൂപവും ഭാവവുമെല്ലാം സൂക്ഷ്മമായി വിശകലനം ചെയ്ത് അവളിൽ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും പ്രതിവിധി നിർദ്ദേശിക്കുകയും ചെയ്യും. 2ാമത്തെ വഴി തന്നെ നോക്കാം, മുഖ്യമന്ത്രി പറഞ്ഞു. അവളെ കസ്റ്റഡിയിൽ നിന്ന് വിടുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. DGP തലയാട്ടി. അടുത്ത ദിവസം അഞ്ജലിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും വിട്ടയക്കാൻ ഉത്തരവായി. കരുണാകരൻ നമ്പ്യാർ മകളെയും കൂട്ടി പുറത്തു വരുമ്പോൾ സുമതിക്കുട്ടിയമ്മയും രഞ്ജിത്തും രമണിയുമൊക്കെ കാറുമായി കാത്തു കിടക്കുന്നുണ്ടായിരുന്നു. അഞ്ജലിയെയും നമ്പ്യാരെയും കണ്ടതും സുമതിക്കുട്ടിയമ്മ പൊട്ടിക്കരഞ്ഞു. അഞ്ജലിക്ക് അത് കണ്ടിട്ട് ദേഷ്യമാണുണ്ടായത്. ഫോട്ടോഗ്രാഫർമാരെ കൂടി വിളിക്കാമായിരുന്നല്ലോ ഈ സീനൊന്ന് പകർത്താൻ, അവൾ പറഞ്ഞു. ആനന്ദും ക്രൈംബ്രാഞ്ച് DYSP സേതുമാധവനും ഗേറ്റിനരികിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അഞ്ജലി ആനന്ദിനെ ഒന്ന് നോക്കിയത് കൂടിയില്ല. അഞ്ജലിയും നമ്പ്യാരും മറ്റുള്ളവരും കാറിൽ കയറി. കാർ നീങ്ങി. നഗരത്തിലെത്തിയപ്പോൾ അഞ്ജലി പറഞ്ഞു, ഹോസ്റ്റലിലേക്ക് പോകണം. വേണ്ട, നമ്പ്യാർ കർശനമായി വിലക്കി.
ഹോസ്റ്റലിലോട്ടല്ല, വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്ക് ജോലിക്ക് പോകണ്ടേ? പോകണോ വേണ്ടയോ എന്ന് പിന്നീട് തീരുമാനിക്കാം. ഇപ്പോൾ നാം വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിൽ നിൽക്കാൻ എനിക്കാവില്ല. ഞാൻ ജോലിക്ക് പോകും. നിർത്തും നിന്നെ. നിന്റെ അച്ഛനാണ് ഞാനെങ്കിൽ നിർത്തും. അല്ലെങ്കിൽ നീ നിന്റെ ആയുസ്സിൽ ജോലിക്ക് പോവുകയില്ല. നമ്പ്യാർ കുപിതനായി. അയാൾ അളവറ്റ് ദുഃഖിതനുമായിരുന്നു. അച്ഛനെന്താ എന്നോട് ഒരുമാതിരി പകയുള്ള പോലെ? അത്രയ്ക്ക് നീ എനിക്കും കുടുംബത്തിനും അപമാനവും വേദനയും ഉണ്ടാക്കി വെച്ചടി. കൊലപാതക ശ്രമം, കൊലപാതകം, പോലീസ് സ്റ്റേഷൻ, ലോക്കപ്പ്, കോടതി, ജയിൽ. ഒറ്റ വർഷം കൊണ്ട് നീ ഞങ്ങളെ എവിടെയെല്ലാം വലിച്ചിഴച്ചു. അച്ഛന് ഇങ്ങനെയൊരു മകളില്ലെന്ന് കരുതി തള്ളിക്കളഞ്ഞേക്ക്. ഞാൻ അങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അങ്ങനെ മക്കളുടെ ഇഷ്ടത്തിന് തള്ളിക്കളയാനല്ല ഞാൻ മക്കളെ ജനിപ്പിച്ച് വളർത്തിയത്. എന്നെ വീട്ടുതടങ്കലിലിടാനാണെങ്കിൽ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. നിനക്ക് ആഗ്രഹിക്കുന്നത് ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ. ഇഷ്ടമില്ലാത്തതിനെയൊക്കെ തട്ടി നീക്കാനും. എന്നെയും നിന്റെ അമ്മയും കൂടപ്പിറപ്പുകളെയും ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ നിനക്കൊരു രാത്രി മതി. പിന്നെ ആരെയും ഭയപ്പെടേണ്ട. അഞ്ജലി അച്ഛനെ തുറച്ചു നോക്കി. വീട്ടിലെത്തിയ ശേഷം അഞ്ജലി ഏറെക്കുറെ വീട്ടു തടങ്കലിലായിരുന്നു. അഞ്ജലി വന്നിട്ടുണ്ടെന്നറിഞ്ഞ് നമ്പ്യാരുടെ സുഹൃത്തുക്കൾ പലരും സന്ദർശനത്തിന് വന്നു. മകളെ ഒരു പ്രദർശന വസ്തുവാക്കാൻ നമ്പ്യാർ ആഗ്രഹിച്ചില്ല. അതിനാൽ വന്നവർക്കെല്ലാം നിരാശരായി മടങ്ങേണ്ടി വന്നു. അഞ്ജലി വീടിന് പുറത്തിറങ്ങിയത് കൂടിയില്ല. കഥകളെല്ലാം നാട്ടുകാർക്കറിയാം. പുസ്തക വായന മാത്രമായിരുന്നു വീട്ടിനുള്ളിൽ അഞ്ജലിക്ക് ആകെയൊരു വിനോദം. അഞ്ജലി വീട്ടിലെത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സേതുമാധവനും ആനന്ദും കൂടി അഞ്ജലിയെ കാണാൻ വന്നു. അവർ നമ്പ്യാരുമായി കുറെ സമയം സംസാരിച്ചു. ആനന്ദ് പറഞ്ഞു, ഇപ്പോൾ അഞ്ജലി കുറെയൊക്കെ സ്വസ്ഥയും സൗമ്യമായി കാണുമല്ലോ. ഇനിയാണ് അവൾക്ക് ഒരു മനഃശാസ്ത്രജ്ഞന്റെ ചികിത്സ ആവശ്യം. ഇനിയൊരു പക്ഷേ അവൾ സഹകരിച്ചേക്കും. മനഃശാസ്ത്രവും വേണ്ട, മന്ത്രവാദവും വേണ്ട, കരുണാകരൻ നമ്പ്യാർ പറഞ്ഞു. അവൾ ഇവിടെ കുറെ നാൾ നിൽക്കട്ടെ. എന്തു സംഭവിക്കുമെന്ന് കാണാമല്ലോ. അങ്ങനെ പറയരുത് മിസ്റ്റർ നമ്പ്യാർ, സേതുമാധവൻ പറഞ്ഞു. പോലീസ് ഈ കേസ് വിട്ടുകളഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് സത്യം തെളിയിക്കേണ്ടിയിരിക്കുന്നു. സംഭവിച്ചതൊന്നും ഇനി തിരുത്താനൊക്കില്ലെന്നറിയാം. ഇനിയുണ്ടാകാതെ നോക്കേണ്ടത് നമ്മുടെയെല്ലാം കടമയാണ്. പോലീസ് ഇപ്പോഴും രഹസ്യാന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്തു ചെയ്യണം? നമ്പ്യാർ ദൈന്യതയോടെ സേതുമാധവനെ നോക്കി. ഞങ്ങൾ ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്രയും കഴിവുള്ള ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടാവുകയില്ല. പ്രായം ഒരുപാടായി. അതിൻ്റെ അറിവും അനുഭവ സമ്പത്തുമുണ്ട്. പേര് ഐസക് തോമസ്. അയാളെ ഒന്ന് സമീപിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. ചിലപ്പോൾ അയാൾ സഹായിച്ചേക്കും. നമ്പ്യാർ അല്പനേരം ചിന്താധീനനായിരുന്നിട്ട് അഞ്ജലിയെ വിളിച്ചു. അഞ്ജലി എത്തി. ഡിവൈഎസ്പി സേതുമാധവൻ അവളെ വിവരങ്ങൾ ധരിപ്പിച്ചു. അഞ്ജലി നല്ല മൂഡിലായിരുന്നു. അതിനെന്താ, ഞാൻ എവിടെ വേണമെങ്കിലും വരാമല്ലോ. ഇപ്പോൾ തന്നെ പുറപ്പെട്ടാലോ? സേതുമാധവൻ ചോദിച്ചു. പിന്നീട് അഞ്ജലി മനസ്സ് മാറ്റിയെങ്കിലോ എന്നായിരുന്നു അയാളുടെ ആശങ്ക. പോകാം. അഞ്ജലി തെല്ലിട ആലോചിച്ച ശേഷം സമ്മതിച്ചു. അധികം വൈകാതെ അവർ പുറപ്പെടുകയും ചെയ്തു. ഡോക്ടർ ഐസക് തോമസിന്റെ വീട് ഒരു ചെറിയ കുന്നിൻ മുകളിലായിരുന്നു. ടൗണിൽ നിന്ന് അധികം അകലമില്ലെങ്കിലും ഒരു ഉൾനാടൻ ഗ്രാമത്തിന്റെ പ്രതീതിയുളവാക്കുന്ന സ്ഥലം. വെള്ളച്ചായമടിച്ച വേലിക്കെട്ടിനുള്ളിൽ പച്ച പുതച്ച പുൽത്തകടിക്ക് മധ്യേ പഴയ ഫ്രഞ്ച് സ്റ്റൈലിൽ പണി കഴിപ്പിച്ച ദാരുമന്ദിരം. നമ്പ്യാരും അഞ്ജലിയും ആനന്ദും സേതുമാധവനും ചെല്ലുമ്പോൾ ഡോക്ടർ ഐസക് തോമസ് വീട്ടിലുണ്ടായിരുന്നു. അയാൾ പേരക്കുട്ടികളോടൊപ്പം കളിക്കുകയായിരുന്നു. നരച്ച ഊശാൻ താടിയും കഷണ്ടിത്തലയുമുള്ള ഒരു തടിച്ച വൃദ്ധൻ. സേതുമാധവൻ അയാളെ സമീപിച്ച് തങ്ങളുടെ ആഗമന ഉദ്ദേശ്യം അറിയിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ് ഐസക് തോമസ് അഞ്ജലിയെ അടിമുടി നോക്കി. അപ്പോൾ ഇതാണ് അഞ്ജലി അല്ലേ? പത്രങ്ങളിൽ നിന്ന് ഞാൻ ന്യൂസ് വായിച്ചിരുന്നു. ഇതിൽ താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കിപ്പോൾ പ്രാക്ടീസ് ഇല്ല മിസ്റ്റർ സേതുമാധവൻ. ഞാൻ പേഷ്യൻസിനെ നോക്കാറില്ല. ആരോഗ്യം ക്ഷയിച്ചു. എനിക്ക് തന്നെ താങ്ങാൻ വേണ്ടത്രയുണ്ട്. ഡോക്ടർ ഇക്കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കണം. വേറൊരു നിവൃത്തിയുമില്ല. ഡോക്ടർ ഐസക് തോമസ് വീണ്ടും അഞ്ജലിയെ നോക്കി. കണ്ണുകളിലേക്ക് തന്നെ. കീഴടങ്ങാൻ കൂട്ടാക്കാത്ത ആ കണ്ണുകൾ അയാളെ ചെറുത്തു നിന്നു. ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ എനിക്ക് കഴിയുന്ന കേസല്ല ഇത്. എങ്കിലും ഇതെന്താണെന്ന് കണ്ടുപിടിക്കാമോ എന്ന് ഞാൻ നോക്കാം. രോഗം എന്താണെന്നറിഞ്ഞാൽ തന്നെ പകുതി ചികിത്സയായി എന്നാണ് പ്രമാണം. നിങ്ങൾ ഇരിക്ക്. ഞാൻ കോമാളി വേഷമൊന്ന് കെട്ടിക്കോട്ടെ. ഡോക്ടർ അകത്തേക്ക് പോയി. അല്പം കഴിഞ്ഞ് വേഷം മാറി തിരിച്ചെത്തി. ഒരു മാന്ത്രികനെ അനുസ്മരിപ്പിക്കുന്ന വേഷവിധാനമായിരുന്നു അയാളുടേത്. കയ്യിലൊരു വടിയുമുണ്ടായിരുന്നു. വാ. അയാളൊരു മുറിയിലേക്ക് അവരെ കൊണ്ടുപോയി. ഇരുണ്ട മുറി. പല നിറത്തിലുള്ള ചെറിയ ബൾബുകൾ വിശറി പോലുള്ളതിന് മറവിൽ നിന്ന് പ്രകാശിക്കാൻ തുടങ്ങി.
ഒരു സൈക്കാൻഡലിക് അന്തരീക്ഷം അതിനുള്ളിലുണ്ട്. അർദ്ധവൃത്താകൃതിയിലുള്ള ടേബിളിനപ്പുറം ഡോക്ടർ ഇരുന്നു. ഇപ്പുറത്ത് നമ്പ്യാരും മകളും സേതുമാധവനും ആനന്ദും. ഡോക്ടറുടെ കഷണിത്തലയിൽ മുകളിൽ നിന്നൊരു നീല വെളിച്ചം വീണ് തിളങ്ങുന്നുണ്ടായിരുന്നു. നിങ്ങളെ കാണും മുമ്പേ ഞാനാ വാർത്ത വായിക്കുകയും അതിൻ്റെ സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തിരുന്നു. ഐസക് തോമസ് കുറെ പേപ്പർ ക്ലിപ്പിംഗ്സ് മേശപ്പുറത്തു നിന്ന് എടുത്തു കാട്ടിയിട്ട് തുടർന്നു. ആദ്യം മുതൽ ഞാൻ എല്ലാം വായിച്ചു. നമ്മുടെ നാട്ടിൽ ഇത് ആദ്യത്തെ സംഭവമാണെന്ന് തോന്നുന്നു, അല്ലേ? ജർമ്മനിയിലും ഫ്രാൻസിലും ഓസ്ട്രേലിയയിലുമൊക്കെ ഇത്തരം കുറെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതായി അറിയാം. എന്തുതരം സംഭവങ്ങൾ? ഒരേ വ്യക്തിയെ ഒരേ സമയത്ത് രണ്ട് സ്ഥാനത്ത് കാണുന്ന പ്രതിഭാസം, അതും യാതൊരു മാറ്റവുമില്ലാതെ. ഒരാളുടെ മറുരൂപമായിരിക്കും അടുത്തത്. ഒറ്റ വ്യത്യാസമേ കാണൂ. രണ്ടിലൊരാൾ നന്നേ ക്ഷീണിച്ചിരിക്കും, മറ്റേയാൾ അങ്ങേയറ്റം ഊർജ്ജസ്വലനുമായിരിക്കും. ഊർജ്ജസ്വലൻ എന്ന് പറഞ്ഞാൽ പോരാ, അതിശക്തിയുള്ള ഊർജം തന്നെയാണത്. മനുഷ്യന്റെ അളവിലും രൂപത്തിലുമുള്ള അളവില്ലാത്ത ഊർജം. ഇതുപോലുള്ള സംഭവങ്ങൾ ലോകത്തിൽ വേറെയും ഉണ്ടായിട്ടുണ്ടെന്നാണോ? ആനന്ദ് എടുത്തു ചോദിച്ചു. ഉവ്, ബൈ ലൊക്കേഷൻ എന്നാണ് ഈ പ്രതിഭാസത്തിന് പേര്. ഒരാളിൽ നിന്ന് അയാളുടെ മറുരൂപം പുറത്തു വരുന്ന അവസ്ഥ. ഇത് അസംഭവ്യമോ അവിശ്വസനീയമോ അല്ല. അതിൻ്റെ സാധ്യതകളെപ്പറ്റി പറയാം. ഡോക്ടർ ഒരു നിമിഷം നിർത്തി. ശരിക്കും അങ്ങനെയൊരു പ്രതിഭാസം ഉള്ളതാണോ സാർ? ആനന്ദ് ചോദിച്ചു. ഡോക്ടർ ഒന്നിളകിയിരുന്നു. 1945 ആദ്യമായിട്ട് ഇങ്ങനെയൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ജർമ്മനിയിലെ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു എമിലി സാഗ എന്നൊരു യുവതിയുടെ മറുരൂപമാണ് ഈയൊരു സാധ്യതയിലേക്ക് വെളിച്ചം വീശിയത്. എമിലി സാഗ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊണ്ടിരിക്കെ തന്നെ മറ്റൊരു എമിലി സാഗ സ്കൂളിന്റെ പൂന്തോട്ടത്തിൽ പൂക്കളുതിർത്തുകൊണ്ട് നിൽക്കുന്നതായി വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും കാണുകയുണ്ടായി. ഇത് പലതവണ ആവർത്തിക്കുകയുമുണ്ടായി. എമിലി സാഗയുടെ മറുരൂപം പ്രത്യക്ഷപ്പെടുമ്പോൾ യഥാർത്ഥ എമിലി സാഗ അങ്ങേയറ്റം ക്ഷീണിതയായി കാണപ്പെട്ടിരുന്നത്രേ. മാത്രമല്ല, എമിലി സാഗ ഇങ്ങനെ രണ്ടു രൂപമായി പിളരുന്നതും വീണ്ടും ഒന്നു ചേരുന്നതും ഒന്നിലധികം പേർ കണ്ടിട്ടുണ്ട്. യഥാർത്ഥ എമിലി സാഗയിൽ നിന്ന് പിളർന്നു മാറിയ രൂപം മനുഷ്യരൂപത്തിലുള്ള ഒരു വെളിച്ചമോ വാതകമോ ദ്രാവകമോ ഒന്നുമായിരുന്നില്ലത്രേ. തികച്ചും ഖരാവസ്ഥയിലുള്ള രൂപം. അതിനെ തൊടാം, അതിൻ്റെ കയ്യിൽ തൂങ്ങി നടക്കാം, അതിന് ഏത് ജോലിയിലും വ്യാപൃതയാകാം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഡോക്ടർ തെല്ലിട നിർത്തി. ആനന്ദിനെയും ഡിവൈഎസ്പിയെയും മാറി മാറി നോക്കി. എന്നിട്ട് തുടർന്നു. പ്രസിദ്ധ ജർമ്മൻ കവി ഗോയിഥെ തനിക്ക് മറുരൂപമുണ്ടായിരുന്നതായി അവകാശപ്പെടുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം പൂന്തോട്ടത്തിൽ കൂടി നടന്നു വരുമ്പോൾ നടപ്പാതയിലൂടെ തനിക്കെതിരെ മറ്റൊരു ഗോയിഥെ വരുന്നത് കാണുകയുണ്ടായത്രേ. വേറൊരു സംഭവം കൂടി പറയാം. ഓസ്ട്രേലിയയിൽ നടന്ന സംഭവമാണ്. മോറിസൺ എന്നൊരാൾ ഭയങ്കര ചൂതാട്ട കമ്പക്കാരനായിരുന്നു. ചൂതിൽ സർവവും നശിച്ചു. ഒടുവിൽ മക്കളും ഭാര്യയും മറ്റു ബന്ധുക്കളും ചേർന്ന് അയാളെ വീട്ടുതടങ്ങളിലെന്നോണം അടച്ച് നിയന്ത്രിച്ചു. ചൂതുകളി ക്ലബിൽ പോകുന്നത് പാടെ നിലച്ചു. പക്ഷേ പല ദിവസങ്ങളിലും ചൂതുകളി ക്ലബിൽ അയാളെ കണ്ടവരുണ്ട്. അതേസമയം അയാൾ വീട്ടിലുമുണ്ടായിരുന്നു. കരുണാകരൻ നമ്പ്യാർ കാര്യങ്ങൾ വ്യക്തമായ മട്ടിൽ തലകുലുക്കി. ഡിവൈഎസ്പി സേതുമാധവനും ആനന്ദും സാഗോദം കേട്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ പിന്നിൽ ഭൂതപ്രേതാദികളോ മറ്റ് അലൗകിക ശക്തികളോ ആയിരിക്കണമെന്നില്ല പ്രവർത്തിക്കുന്നത്. കേവലം മനഃശക്തി, മനുഷ്യന്റെ അളവില്ലാത്ത ഇച്ഛാശക്തി. മനുഷ്യൻ ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ അണുബോംബ് സംഭരിച്ചു വെച്ചിരിക്കുന്ന ഊർജത്തേക്കാൾ അധികം ഊർജം ഓരോ മനുഷ്യന്റെ മനസ്സിലുമുണ്ട്. ഭൂമിയുടെ ആഴത്തിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന നിധി പോലെയാണത്. നമ്മൾ അതെല്ലാം ഖനനം ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നുമില്ല. നമുക്കെങ്ങനെ ഈ ശക്തിയെ നശിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കീഴടക്കാനെങ്കിലും? സേതുമാധവൻ ചോദിച്ചു. മറുരൂപം പുറത്തു പോകുന്ന സമയത്ത് അഞ്ജലിയെ വധിക്കുകയേ മാർഗമുള്ളൂ. പക്ഷേ അത് നടപ്പുള്ള കാര്യമല്ലല്ലോ. മിസ്റ്റർ നമ്പ്യാർക്ക് മകളെ നഷ്ടപ്പെടും. യാതൊരു തെറ്റും ചെയ്യാത്ത അഞ്ജലിക്ക് ജീവിതം നഷ്ടപ്പെടും. ഇതിനെല്ലാം പുറമെ നിയമം അതനുവദിക്കുന്നുമില്ല. എന്ന് മാത്രമല്ല, അഞ്ജലിയെ ഇല്ലായ്മ ചെയ്താൽ മറുരൂപത്തിന് അഭയസ്ഥാനമായ പഞ്ചര മാത്രമേ ഇല്ലാതാകുന്നുള്ളൂ. അത് മറ്റൊരു ശരീരം കണ്ടുപിടിച്ച് അതിൽ ആവസിക്കും. ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നമ്പ്യാർ ചോദിച്ചു. രോഗിയുടെ സമ്മതമില്ലാതെ മനഃശാസ്ത്രപരമായ ചികിത്സ അസാധ്യമാണ്. ഹിപ്നോട്ടൈസ് ചെയ്ത് അതിൽ കൂടി ആവശ്യമായ സജഷൻസ് നൽകി മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന ആ പവർ കുറേശ്ശെ ദുർബലപ്പെടുത്തി ക്രമേണ നിർജീവമാക്കണം. അതിന് പേഷ്യൻസിൻ്റെ 100% സഹകരണവും കൂടിയേ തീരൂ. ഡോക്ടർ ഐസക് തോമസ് വെളിപ്പെടുത്തി.
സൂര്യകാലടി ഭട്ടതിരിപ്പാടിനെ കണ്ട് പ്രശ്നപരിഹാരം തേടാമെന്നുള്ളത് ആനന്ദിന്റെ ആശയമായിരുന്നു. അയാളുടെ പത്രത്തിന്റെ വാരാന്ത്യ പതിപ്പിൽ ഒരിക്കൽ സൂര്യകാലടി ഭട്ടതിരിമാർ തലമുറ തലമുറകളായി കൈമാറിപ്പോരുന്ന മാന്ത്രിക താന്ത്രിക വിദ്യകളെപ്പറ്റി ഒരു ഫീച്ചർ പ്രസിദ്ധീകരിച്ചിരുന്നു. സേതുമാധവനും ആനന്ദും കരുണാകരൻ നമ്പ്യാരും കൂടിയാണ് സൂര്യകാലടി മനയിൽ എത്തിയത്. മാന്ത്രിക താന്ത്രിക കലകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള സോമദത്തൻ ഭട്ടതിരിപ്പാടുമായി അവർ പ്രശ്നം ചർച്ച ചെയ്തു. സോമദത്തൻ ഭട്ടതിരിപ്പാട് ഇപ്പോൾ ആഭിചാരാനുഷ്ഠാനങ്ങളൊന്നുമില്ലാതെ വിശ്രമജീവിതം നയിക്കുകയാണ്. വാർദ്ധക്യത്തിൽ ചെയ്യാവുന്ന വിധികളല്ല മാന്ത്രിക താന്ത്രിക വിദ്യകളിൽ അന്തർലീനമായിട്ടുള്ളത്. പ്രശ്നം വെച്ച് നോക്കാമെന്ന് ഭട്ടതിരിപ്പാട് സമ്മതിച്ചു. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. ഒടുവിൽ ഭട്ടതിരിപ്പാട് പറഞ്ഞു, ബാധയാണ്. ചെയ്യുന്നതിൽ സൽപ്രവൃത്തികളുണ്ടെങ്കിലും ദുരാത്മാവാണ്. ഗ്രഹനിലയനുസരിച്ച് ഇവിടെയാണ് വഴിത്തിരിവ്. ഉച്ചാടനം മാത്രമേ പോംവഴിയുള്ളൂ. അതിന് യോഗ്യനായ ശക്തനായ ഒരാളെ കണ്ടെത്തണം. അതുടൻ തന്നെ വേണം. ബാധ പ്രബലമായാൽ ഉച്ചാടനം അസാധ്യമായി തീരും. സോമദത്തൻ ഭട്ടതിരിപ്പാടിന്റെ സേവനം ലഭിക്കില്ലെന്ന് ഉറപ്പായി. സേതുമാധവനും ആനന്ദും കരുണാകരൻ നമ്പ്യാരും നിരാശരായി മടങ്ങി. അധ്യായം 32. ആനന്ദ് ഗാഠനിദ്രയിലായിരുന്നു. ആരോ വിളിച്ചത് കേട്ട് അവൻ ഞെട്ടി ഉണർന്നു. മുറിക്കുള്ളിൽ തൂവെളിച്ചം. ആരാണ് ലൈറ്റിട്ടത്? വായുവിൽ പിച്ചിപ്പൂവിന്റെ മണം. ജനാല കർട്ടന് താഴെ വെളുത്തു നഗ്നമായ പാദങ്ങൾ. ആനന്ദിന്റെ നട്ടെല്ലിലൂടെ ഒരു തരിപ്പിഴഞ്ഞു. ആരാ? അയാൾ ഉൾക്കിടലത്തോടെ ചോദിച്ചു. പൊടുന്നനെ ജനാല കർട്ടന്റെ ഇരുപാളികൾ ഇരുവശത്തേക്ക് മാറി വകഞ്ഞു മാറ്റപ്പെട്ടു. അഞ്ജലി. ആനന്ദ് അവിശ്വസനീയതയോടെ മന്ത്രിച്ചു. അതെ, ഞാൻ തന്നെ, അഞ്ജലി. അവൾ ജനാലയ്ക്കരികെ നിന്നും കിടക്കയുടെ സമീപത്തേക്ക് നടന്നു വന്നു. ആനന്ദ് വല്ലാതെ ഭയന്നു പോയിരുന്നു. തന്നെ കൊല്ലാനാണോ ഇവൾ വന്നിരിക്കുന്നതെന്ന് ആനന്ദ് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ വിപരീതധൈര്യം അയാളുടെ സഹായത്തിന് എത്തുകയും ചെയ്തു. മുമ്പൊരിക്കൽ ഞാനിതുപോലെ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നു. അഞ്ജലിയുടെ ചിലമ്പിച്ച സ്വരം. ഉവ്വ്, ഞാനോർക്കുന്നു. എനിക്ക് താക്കീത് തരാൻ. ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ അനുസരിച്ചില്ല. ഇന്ന് രാത്രിക്കപ്പുറത്തേക്ക് നിങ്ങൾ ജീവിച്ചിരിക്കരുതാത്തതാണ്. അഞ്ജലിക്ക് അത് കൂടിയേ കഴിയൂ എന്നുണ്ടെങ്കിൽ അഞ്ജുവിന് ഇഷ്ടമുള്ള വിധത്തിൽ നാലായി വലിച്ചു കീറിയോ നിലത്താഞ്ഞടിച്ചോ പുറത്തേക്ക് വലിച്ചെറിഞ്ഞോ എങ്ങനെ വേണമെങ്കിലും. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ അഞ്ജുവിൻ്റെ ശത്രുവല്ല. അഞ്ജുവിന് ദോഷം വരുത്തക്ക വിധത്തിൽ ഞാനൊന്നും ചെയ്തിട്ടുമില്ല. അഞ്ജുവിൻ്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അഞ്ജു നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി സംസാരിക്കണ്ട. അതുകൊണ്ട് ഫലമില്ല. അഞ്ജു ഇരിക്ക്. എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ക്ഷമ അഞ്ജു കാണിക്കണം. അതിനുശേഷം എന്നെ കൊല്ലാം. ഏത് ശിക്ഷ വിധിക്കും മുമ്പ് ഒരു വിചാരണയുണ്ട്. സ്വന്തം ഭാഗം വാദിക്കാനുള്ള അവകാശം ഏത് പ്രതിക്കുമുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം അഞ്ജലി സാമാന്യ രീതിക്ക് എതിരെ നിൽക്കുന്നവളല്ല. അഞ്ജലിയുടെ കണ്ണുകളിലെ ജ്വലനം തെല്ലൊന്നു മങ്ങിയതുപോലെ ആനന്ദിന് തോന്നി. അവൾ ആനന്ദിനെതിരെ കസേരയിൽ ഇരുന്നു. ഞാൻ അറിയുന്ന, ഞാൻ സ്നേഹിക്കുന്ന അഞ്ജലിയല്ല ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നതെന്ന് എനിക്ക് തീർച്ചയുണ്ട്. അഞ്ജലിയുടെ വേഷം കെട്ടിയാടുന്ന മറ്റൊരു സ്ത്രീയല്ലേ നിങ്ങൾ? നിങ്ങൾ എന്തിന് ഇങ്ങനെ ക്രൂരതകൾ കാട്ടിക്കൂട്ടുന്നു? എന്തിനിങ്ങനെ അരുംകൊലകൾ? അഞ്ജലി പകയോടെ ഒന്ന് മന്ദഹസിച്ചു. ഞാൻ എൻ്റേതായ നീതി നടപ്പാക്കുകയാണ്. നിങ്ങളുടെ നിയമപാലകർക്കും നീതിപീഠത്തിന് നടപ്പാക്കാൻ കഴിയാത്ത നീതി. അതിനു വേണ്ടിയാണ് ഞാൻ. എൻ്റെ അറിവിൻ്റെ പരിധിക്കുള്ളിൽ എവിടെ സ്ത്രീ അപമാനിക്കപ്പെടുകയും ചവിട്ടിയരയ്ക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ടോ അവിടെ ഞാനുണ്ട്. നിങ്ങളുടെ നീതി നിയമങ്ങൾക്ക് അസാധ്യമായ നീതി നടപ്പാക്കാൻ. ആകട്ടെ, നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ ലോകത്തെ 300 കോടിയോളം വരുന്ന സ്ത്രീകൾക്ക് നീതി കൊടുക്കാൻ സാധിക്കുമോ? എൻ്റെ ലോകമെന്ന് പറയുന്നത് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളമാണ്. അതിനപ്പുറത്ത് എന്ത് നടക്കുന്നുവെന്ന് ഞാൻ അറിയുന്നില്ല. എന്നെ അത് ബാധിക്കുന്നുമില്ല. ഞാൻ അറിയുന്നിടത്തോളം ലോകത്തെ സ്ത്രീകൾക്ക് കിട്ടാതെ പോകുന്ന നീതിക്ക് എത്ര അകലെയിരുന്നാലും ഞാൻ പരിഹാരമുണ്ടാക്കും. എങ്ങനെയാണത് സാധിക്കുന്നത്? എനിക്ക് സാധിക്കും. നിങ്ങൾക്ക് ഇങ്ങനെയൊരു ചിന്താഗതിയും വൈരാഗ്യബുദ്ധിയുമൊക്കെ ഉണ്ടാകാൻ എന്താ കാരണം? ഞാൻ അനീതിക്ക് ഇരയായവളായതുകൊണ്ട് മൃഗീയമായി ചവിട്ടി അരയ്ക്കപ്പെട്ടവളാണ് ഞാൻ. ക്രൂരത കൊണ്ട് പന്താടപ്പെട്ടവളാണ് ഞാൻ. പച്ച ജീവനോടെ ചുട്ടുകരിക്കപ്പെട്ടവളാണ് ഞാൻ. എൻ്റെ അവസാന തുള്ളിച്ചോരയും അവസാന ശ്വാസവും ഞാൻ ഇതിനാണ് ഒഴിഞ്ഞു വെച്ചത്. അപ്പോൾ എനിക്ക് ഒരേയൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ആത്മാവിന്, അല്ലെങ്കിൽ എൻ്റെ പ്രതികാരദാഹത്തിന് ഈ ജീവശ്വാസം എന്നെങ്കിലും തിരിച്ചു കിട്ടുമ്പോൾ അത് നിർവഹിക്കാനുള്ള അതുല്യമായ ശക്തി ഉണ്ടായിരിക്കണേ എന്ന്. എനിക്കത് കിട്ടി. ആനന്ദിൻ്റെ മുഖം വിളറി.
ഇവൾ അഞ്ജലിയല്ലെന്ന വിചാരം അയാളിൽ ഉൾക്കിടിലമുണ്ടാക്കി. മരണത്തിനപ്പുറത്തെ നിഗൂഢതയിൽ നിന്ന് ശക്തിയും ലക്ഷ്യവുമായി കടന്നു വന്നവൾ. വാസ്തവത്തിൽ നീ ആരാണ്? ആനന്ദിന്റെ സ്വരം വിറച്ചു. നീ എന്തിന് നിഷ്കളങ്കയായ നല്ലവളായ അഞ്ജലിയെ ഇതിലേക്ക് വലിച്ചിഴച്ചു? അവൾ എന്തു തെറ്റ് ചെയ്തു? എനിക്കൊരു സ്ത്രീരൂപം വേണമായിരുന്നു. അനേക വർഷം ഞാനതിന് കാത്തിരുന്നു. ഒരു സ്ത്രീരൂപം കിട്ടാഞ്ഞല്ല. നിങ്ങൾ പറഞ്ഞ പോലെ നല്ലവളായ നിഷ്കളങ്കയായ ഒരു സ്ത്രീയെ തന്നെ എനിക്ക് വേണമായിരുന്നു. വേറെ എത്രയോ നല്ല പെൺകുട്ടികൾ. ഇല്ലില്ല, അവൾ ഇടയ്ക്ക് കയറി. നല്ലവളും കളങ്കമില്ലാത്തവളും മാത്രമായാൽ പോരാ. സ്വാതന്ത്ര്യബോധം വേണം, യുക്തിയും വിവേകവും വേണം, വിദ്യാഭ്യാസവും ലോകപരിചയവും വേണം. ന്യായാന്യായങ്ങൾ വിലയിരുത്താനുള്ള പക്വതയും അനീതിക്കെതിരെ ധാർമ്മിക രോഷവും വേണം. ആത്മവിശ്വാസവും ദൃഢചിത്തതയും വേണം. ബുദ്ധികൂർമ്മത ഉണ്ടായിരിക്കണം. ഞാൻ ആഗ്രഹിച്ച ഗുണങ്ങളെല്ലാം തികഞ്ഞ ഒരുവളെ എനിക്ക് കിട്ടി. അവൾ ചിന്തിക്കുന്നു, ഞാനത് നടപ്പിലാക്കുന്നു. കാലം എനിക്കൊരു പ്രശ്നമാണ്. ഇപ്പോഴത്തെ മനുഷ്യൻ്റെ സദാചാരബോധവും ആചാരാനുഷ്ഠാനങ്ങളും ജീവിത രീതിയും എനിക്ക് പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവളെപ്പോലെ ഒരുവളെ ഞാൻ തിരഞ്ഞെടുത്തത്. ആനന്ദ് എല്ലാം കേട്ട് സ്തംഭിച്ചിരുന്നു. അഞ്ജലിയാണ് തന്നോട് സംസാരിക്കുന്നത്. എന്നാൽ അഞ്ജലി അല്ല താനും. നിങ്ങൾക്കിങ്ങനെ എത്ര കാലം മുമ്പോട്ട് പോകാൻ കഴിയും? എന്നെങ്കിലും ഇതിനൊരു തിരിച്ചടി ഉണ്ടാവാതിരിക്കില്ലല്ലോ. മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും ശക്തിക്ക് മുമ്പിൽ നിങ്ങൾക്ക് കീഴടങ്ങാതിരിക്കാനാവില്ല. ഭൗമമോ അഭൗമമോ ആയ ഏതു ശക്തിയെയും ഉന്മൂലനാശം ചെയ്യാനുള്ള ശാസ്ത്ര സാങ്കേതിക താന്ത്രിക സായുധ കഴിവുകൾ ഇന്ന് മനുഷ്യനുണ്ട്. അഞ്ജലി ഒന്ന് ചിരിച്ചു. മനുഷ്യനെയും സമയത്തെയും ദൂരത്തെയും ജയിക്കാനുള്ള കഴിവുമായിട്ടാണ് ഞാനിപ്പോൾ നിലനിൽക്കുന്നത്. അളവില്ലാത്ത ശക്തിയാണ് എൻ്റേത്. ഇതിനെ മറികടക്കാനോ ഇല്ലാതാക്കാനോ ആർക്കും സാധ്യമല്ല. നാൾക്ക് നാൾ ഇത് വർദ്ധിക്കുകയല്ലാതെ ഒരിക്കലും കുറവ് സംഭവിക്കുകയില്ല. പക്ഷേ അഞ്ജലിയുടെ ജീവിതത്തിന് ഒരവസാനമുണ്ടല്ലോ. അവൾ ഒരു മനുഷ്യ സ്ത്രീയാണല്ലോ. അഞ്ജലിയുടെ ജീവിതം ജരാനരകളിൽ അവസാനിക്കും. പക്ഷേ അതിനു മുമ്പ് ഞാൻ എൻ്റെ അടുത്ത താവളം കണ്ടെത്തിയിരിക്കും. ഞാൻ കുടിയേറുന്ന 6ാമത്തെ പഞ്ചരമാണ് അഞ്ജലി. ഈ കഥ തുടർന്നുകൊണ്ടേയിരിക്കും. അഞ്ജലി പറഞ്ഞവസാനിപ്പിച്ചു. ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ആനന്ദിനും മനസ്സിലായി. അയാൾക്ക് കാര്യങ്ങളുടെ നിഗൂഢത ഏകദേശം പിടികിട്ടി കഴിഞ്ഞിരുന്നു. ഡോക്ടർ ഐസക് തോമസ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു മൂന്നാം വ്യക്തിയാണിവൾ. വാദിയുമല്ല, പ്രതിയുമല്ല. ഇവരെ തമ്മിൽ കൂട്ടിയിണക്കുന്ന ബാഹ്യശക്തി. ആനന്ദ് എഴുന്നേറ്റു. നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. മരിക്കാൻ ഞാൻ തയ്യാർ. പക്ഷേ ഞാനൊരിക്കലും സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടില്ല. അവർക്കെതിരെ ശബ്ദിച്ചിട്ട് പോലുമില്ല. സ്ത്രീക്ക് വേണ്ടി വാദിച്ചിട്ടേയുള്ളൂ. ശരിയായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ നീക്കം എനിക്കെതിരെയാണ്, അവൾ പറഞ്ഞു. പക്ഷേ അഞ്ജലിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടായിരുന്നു. നിങ്ങളിൽ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവളോടും അതേ താല്പര്യങ്ങളുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ട് ഒരു തവണ കൂടി ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഒരിക്കൽ കൂടി നാം തമ്മിൽ കണ്ടുമുട്ടേണ്ടി വന്നാൽ നിങ്ങൾക്ക് മാപ്പ് ലഭിക്കില്ല. ഓർമ്മ വെച്ചോളൂ. അവൾ വെളിയിൽ ഇരുളിൽ അപ്രത്യക്ഷയാകുന്നതും നോക്കി ആനന്ദ് തരിച്ചിരുന്നു. പിറ്റേന്ന് അയാൾ DAG ഉദയകുമാറിനെ കണ്ട് അഞ്ജലിയുമായുണ്ടായ കൂടിക്കാഴ്ചയെക്കുറിച്ച് വിവരിച്ചു. ഉദയകുമാർ അത്ഭുത സ്തബ്ധനായി. അപ്പോൾ തന്നെ അവർ കരുണാകരൻ നമ്പ്യാരെ ഫോൺ ചെയ്ത് വരുത്തി വിവരം അറിയിച്ചു. 3 പേരും കൂടി ഒരിക്കൽ കൂടി ഡോക്ടർ ഐസക് തോമസിനെ ചെന്ന് കണ്ടു. ആനന്ദാണ് സംസാരിച്ചത്, അയാൾ പറഞ്ഞു. ഡോക്ടർ വിശദീകരിച്ചതനുസരിച്ച് അഞ്ജലിയുടെ പ്രോബ്ലം ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. സംഗതി ഡോക്ടർ പറഞ്ഞത് തന്നെ. ഒരു ബാഹ്യശക്തി ശാപമോ ആത്മാവോ ആഗ്രഹമോ അഞ്ജലിയിൽ ആവേശിച്ചിട്ടുണ്ട്. വളരെ വർഷങ്ങൾ പ്രായമുണ്ടതിന്. അഞ്ജലി 6ാമത്തെ ഇരയാണെന്ന് വരുമ്പോൾ ഊഹിക്കാമല്ലോ. ഇതിനെ എങ്ങനെ നേരിടും, എങ്ങനെ പരാജയപ്പെടുത്തും? ഡോക്ടർ ആവശ്യപ്പെട്ടതനുസരിച്ച് ആനന്ദ് കഴിഞ്ഞ രാത്രിയിൽ അഞ്ജലിയുമായുണ്ടായ സംഭാഷണം അതേപടി വിവരിച്ച് കേൾപ്പിച്ചു. ഒടുവിൽ ഐസക് തോമസ് തൻ്റെ നരച്ച താടി തടവിക്കൊണ്ട് പറഞ്ഞു, ഇതൊരു ശുഭസൂചനയാണ്. അഞ്ജലിയിലൂടെയല്ലാതെ അവൾ ചുറ്റും നടക്കുന്ന യാതൊരു വിവരങ്ങളും അറിയുന്നില്ല. പകൽ സമയം അവളുടെ നിദ്രയുടെ സമയമാണെന്ന് വേണം അനുമാനിക്കാൻ. അഞ്ജലിക്ക് അറിയാവുന്നതേ പകൽ അവൾക്കും അറിയൂ. എന്നാൽ രാത്രിയിലെ കഥ മറിച്ചാണ്. അഞ്ജലിയുടെ ശരീരത്തിൻ്റെയും ആധിപത്യം അവൾ ഏറ്റെടുക്കുന്നു. സമയവും ദൂരവും അവളെ ബാധിക്കാത്തതുകൊണ്ട് ഏത് സമയത്തും എവിടെ എത്തുന്നതിനും എന്തു മനസ്സിലാക്കുന്നതിനും അവൾക്ക് എളുപ്പം കഴിയുന്നു. ഡോക്ടർ വിശദീകരിച്ചു. എന്നാൽ ശക്തിയും വീര്യവും കുറഞ്ഞിരിക്കുന്ന പകൽ നേരത്ത് അവളെ നശിപ്പിക്കാൻ ശ്രമിച്ചാലോ?
ഉദയകുമാർ ചോദിച്ചു. പകൽ സമയത്ത് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും അഞ്ജലിയുടെ ഭൗതിക ശരീരം മാത്രമേ നശിപ്പിക്കാൻ കഴിയൂ. ഊർജവൃത്തം അവളെ വിട്ട് അടുത്ത ഇരയെ തേടി യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. അതിനാൽ നശീകരണം രാത്രിയിലേ നടക്കൂ. അവൾ ഏറ്റവും ശക്തിയായി ഉണർന്നിരിക്കുന്ന സമയത്ത്. അഞ്ജലിയുടെ ഫിസിക്കൽ ബോഡി നമുക്ക് രക്ഷപ്പെടുത്തുകയും വേണം. നമ്പ്യാർക്ക് മകളെയും ആനന്ദിന് കാമുകയും നഷ്ടപ്പെട്ടുകൂടല്ലോ. അതുകൊണ്ട് പകൽ നമുക്ക് അവളെ ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രങ്ങൾ അവളറിയാതെ ആവിഷ്കരിക്കുക. രാത്രിയിൽ ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ കിടന്നുറങ്ങുക. രാത്രിയിൽ അവൾക്കെതിരായി ചിന്തിക്ക പോലും അരുത്. നമ്മുടെ ചിന്തകളിലൂടെയും അവൾക്ക് കയറിയിറങ്ങാൻ കഴിയും. ഉറക്കമില്ലെന്നാൽ സ്ലീപ്പിംഗ് പീൽസ് കഴിക്കുക തന്നെ വേണം. യാതൊരു സംശയവും അവൾക്ക് തോന്നുകയും അരുത്. അതങ്ങനെ ചെയ്യാമെന്നിരിക്കട്ടെ, രാത്രിയിൽ എങ്ങനെ അവളെ നശിപ്പിക്കും? അത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പ് അഞ്ജലിക്ക് എങ്ങനെയാണ് ഈ മാറ്റമുണ്ടായതെന്നും എവിടെ നിന്നാണ് ആരംഭമെന്നും മനസ്സിലാക്കണം. ആനന്ദിനെ പെട്ടെന്ന് ആ പഴയ സംഭവ കഥ ഓർമ്മ വന്നു. സ്റ്റഡി ടൂറിന് പോയ വിദ്യാർത്ഥി സംഘം തകർന്ന ഗ്രാമം സന്ദർശിച്ചതും മഹാദേവൻ തമ്പുരാനുമായുണ്ടായ കൂടിക്കാഴ്ചയും തുടർന്ന് അഞ്ജലിയെ കാണാതായതും 3 ദിവസത്തിനു ശേഷം ആരെയും തിരിച്ചറിയാനാവാത്ത വിധം ഓർമ്മ കെട്ടുപോയ നിലയിൽ വിചിത്രമായ സാഹചര്യത്തിൽ അവളെ കണ്ടുമുട്ടിയതും എല്ലാം ആനന്ദ് ഡോക്ടർ ഐസക് തോമസിനോട് വിശദീകരിച്ചു. ഐസക് തോമസ് ശ്രദ്ധാപൂർവം കേട്ടു. ഒരിക്കൽ കൂടി ആദ്യം മുതൽ വിസ്തരിച്ച് പറയാൻ അയാൾ ആവശ്യപ്പെട്ടു. ആനന്ദ് സംഭവത്തിൻ്റെ സൂക്ഷ്മാംശങ്ങൾ കൂടിയും ആവർത്തിച്ച് പറഞ്ഞു. ഡോക്ടർ നെറ്റി ചുളിച്ചു, കൈപ്പടം വിടർത്തി, കണ്ണുകൾ പൊത്തി ദീർഘനേരം ആലോചനയിലാണ്ടിരുന്നു. ഒടുവിൽ അയാൾ പറഞ്ഞു, നിങ്ങൾ വലിയൊരു അബദ്ധം കാണിച്ചു. അന്ന് തന്നെ നിങ്ങൾ മഹാദേവൻ തമ്പുരാനെ അനുസരിക്കേണ്ടിയിരുന്നു. അഞ്ജലിയെ അയാൾക്ക് വിട്ടുകൊടുക്കേണ്ടിയിരുന്നു. ഇനിയത് പറഞ്ഞിട്ട് ഫലമില്ലല്ലോ. മഹാദേവൻ ആ ശക്തിയെ ഭയപ്പെട്ടിരുന്നിരിക്കണം. അത് അയാളുടെ മുൻ തലമുറകളെ വേട്ടയാടിന്നിരിക്കണം. അവസാനം അത് അയാളെയും വേട്ടയാടുമെന്ന അവസ്ഥയിലായിരിക്കണം. അയാളും കുടുംബവും ഗ്രാമം വിട്ട് അജ്ഞാത ദേശത്തേക്ക് ഒളിച്ചോടിയത്. ചുരുക്കത്തിൽ അയാളുടെ കഴിവിനും നിയന്ത്രണത്തിനും അപ്പുറത്ത് കാര്യങ്ങളെത്തിയെന്നർത്ഥം. പക്ഷേ അയാൾ എത്ര ദൂരം ഓടിയാലും സമയവും ദൂരവും ബാധിക്കാത്ത അഞ്ജലിക്ക് അയാളെ പിന്തുടർന്ന് നശിപ്പിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് അഞ്ജലി അത് ചെയ്തില്ല? പൂച്ചയ്ക്ക് വരുതിയിൽ കിട്ടിയ എലിയെപ്പോലെ ആകാം അവൾ മഹാദേവനെ കരുതിയത്. എപ്പോൾ വേണമെങ്കിലും കടിച്ചു കുടയാം, ഭക്ഷിക്കാം. അതല്ലെങ്കിൽ അഞ്ജലിയെ ആക്രമിക്കാനുള്ള ശക്തിയില്ലെങ്കിലും ഒളിക്കാനും പ്രതിരോധിക്കാനുമുള്ള ശേഷി മഹാദേവനിൽ ശേഷിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. ഏതായാലും അഞ്ജലിയെ നേരിടാൻ കഴിയാഞ്ഞിട്ടാണ് അയാൾ സ്ഥലം വിട്ടതെന്ന് വ്യക്തം. അപ്പോൾ ഇനിയെന്ത് ചെയ്യും? ആനന്ദ് ആശങ്കാകുലനായി. മഹാദേവനെ അന്വേഷിച്ച് പിടിക്കുക, അതും അഞ്ജലി അറിയാതെ. അഞ്ജലിയിൽ കുടിയേറിയ പൈശാചിക ശക്തിയെ ആദ്യം തിരിച്ചറിഞ്ഞതും അയാളാണല്ലോ. അയാൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. പക്ഷേ അഞ്ജലിയെ ഭയന്ന് ഓടിക്കളഞ്ഞ അയാൾക്ക് ആനന്ദ് സംശയിച്ചു. ഏത് കുൽസിത ശക്തികൾക്കും നാശമുണ്ട് ആനന്ദ്. അതൊരു ശാപമോ നിയോഗമോ ആണ്. പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടില്ലേ? ഈശ്വരന്മാരെ പോലും വെല്ലാൻ വരം കിട്ടിയവരുണ്ടായിരുന്നില്ലേ? മരണമില്ലെന്ന് വിശ്വസിച്ചിരുന്ന അസുരശക്തികൾ. പക്ഷേ എന്ത് ഫലം? എത്ര വലിയ ശക്തിക്കും നേരിയ ദൗർബല്യമുണ്ടാകും. അലിഖിത നിയമമാണത്. നിങ്ങൾ എത്രയും വേഗം മഹാദേവനെ പോയി കാണുക. പക്ഷേ അയാൾ ലോകത്തിൻ്റെ ഏത് മൂലയിലാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അഞ്ജലിക്ക് പോലും നിശ്ചയമില്ലല്ലോ. ഉദയകുമാർ സന്ദേഹിച്ചു. കണ്ടുപിടിക്കണം. മഹാദേവനെ പകൽ അന്വേഷിക്കുന്ന അഞ്ജലി നിങ്ങളെക്കാൾ ദുർബലയായ മനുഷ്യ സ്ത്രീയാണ്. നിങ്ങൾക്ക് ഫോഴ്സ് ഉണ്ട്, മീഡിയ ഉണ്ട്. അത് മതിയല്ലോ ധാരാളം. അഞ്ജലി അറിയാതെ അതെല്ലാം ഉപയോഗപ്പെടുത്തുക. നമ്പ്യാരും ഉദയകുമാറും കണ്ണിൽ കണ്ണിൽ നോക്കി. ആനന്ദ് എന്തിനും തയ്യാറെന്ന മട്ടിൽ എഴുന്നേറ്റു. ശരി ഡോക്ടർ, എന്നാൽ ഞങ്ങളിറങ്ങട്ടെ. എല്ലാ വിവരങ്ങളും അപ്പപ്പോൾ എന്നെ അറിയിച്ചു കൊണ്ടിരിക്കുക. ഫോൺ നമ്പർ അറിയാമല്ലോ. ആനന്ദ് തലയാട്ടി. 3 പേരും ഇറങ്ങി. അപ്പോൾ തന്നെ മൂവരും മഹാദേവനെ കണ്ടുപിടിക്കാനുള്ള യജ്ഞം ആരംഭിച്ചു. മഹാദേവൻ പണ്ട് താമസിച്ചിരുന്ന ഗ്രാമത്തിലേക്ക് അവർ പുറപ്പെട്ടു. ആകാംക്ഷ നിറഞ്ഞ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക.